പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദലെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ് ചെയ്യാത്തവരെ, വിസ നഷ്ടപ്പെട്ടവരെ, വിസ തീർന്നു പോയവരെ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നവർ, ഇടയ്ക്ക് വെച്ച് ആ ഫയൽ ക്ലോസ് ചെയ്തിരിക്കുന്നവർ, പെൻഡിങ് ആയിരിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, ഒത്തുവന്ന വിവാഹം നഷ്ടപ്പെട്ടു പോയതിൻ്റെ വേദന ഉള്ളവർ, മക്കളില്ലാത്തവർ, മക്കൾക്ക് വേണ്ടി ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കുന്നതും അതേസമയം തന്നെ എന്തെങ്കിലും മെഡിക്കലായിട്ടുള്ള കുഴപ്പങ്ങളുള്ളത് വേദനിച്ചിരിക്കുന്നവർ,
അവരെല്ലാം അമ്മയുടെ മധ്യസ്ഥത്തിൽ ഈശോ നാമത്തെ ആശ്രയിക്കുന്നു. ഭവനരഹിതര്, വീടില്ലാത്തൊരു, സ്ഥലമില്ലാത്തൊരു, വഴിയില്ലാത്തൊരു വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ, എടുത്ത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോയി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, അവിടെ നിലവിലുള്ള ദോഷങ്ങളെ ഈശോനാമത്തിൽ ബന്ധിക്കുന്നു. വിവാഹം ഒത്തുവരാൻ പോകുന്നു, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള പണമില്ല, അത് നടത്തിക്കൊണ്ടു പോകാനുള്ള, വിവാഹം നടത്താനാണില്ല, അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, ഉള്ളവർ തന്നെ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റപ്പെട്ടു പോണ ജന്മങ്ങൾ, മാതാവേ ആ വിഷയം ഏറ്റെടുത്തുകൊണ്ട് അമ്മ ഈസ്റ്റർ കഴിയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ വെള്ളമില്ലാത്തവർ, ഒത്തിരിയേറെ കുഴൽക്കിണർ കുത്തിയിട്ടും ഒത്തിരി ആഴത്തിൽ കുത്തിയിട്ടും പണം നഷ്ടപ്പെട്ടിട്ടും വെള്ളം കാണാത്തൊരു, ആ സ്ഥലം വിൽക്കാൻ പറ്റണില്ല, അവിടെ ജീവിക്കാൻ പറ്റാത്ത വിഷയത്തിലുള്ള എല്ലാ മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. വീട് പണി തുടങ്ങാൻ പോകുന്നവർ, വീട് പൂർത്തിയാക്കാൻ പോകുന്നവർ, വീട് പരവാസത്തിൽ ആചരിക്കാൻ പോകുന്നവർ, അതിന് സാമ്പത്തിക കടങ്ങളുള്ളവർ, ലോൺ പാസ്സാകാത്തവർ, ലോൺ പ്രോസസ്സിലിരിക്കുന്നവർ, സിവിൽ നോട്ട് കുറവുള്ളവർ, പോയിൻ്റ് കുറവുള്ളവർ, ആ മേഖലകളിലെല്ലാം കർത്താവ് അവിടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ആ വിഷയം ദൈവ തീരുമാനം ഉണ്ടാകാൻ ഇടയാക്കണമേ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ ഏതെല്ലാം വിഷയങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മക്കളെല്ലാം മനസ്സിൽ ഓർക്കുന്ന ഈ സമയത്ത് ഞാൻ അതിനെക്കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മൾ ദൈവം ഭാവി കാലത്തെ എങ്ങനെ നമ്മുടെ ഭാവി കാലത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അതാണ് ഹവയോട് ചോദിച്ചത്, നീ എന്താണ് ചെയ്തത്? പക്ഷെ ദൈവം ഉദ്ദേശിച്ച അവളെ അനുദപിക്കുമെന്ന് ഓർത്തിട്ടാണ് അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ചാൻസ് കൊടുക്കുന്നത്. അനുദപിക്കാൻ അവസരമാണതേ ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവയ്ക്ക് പരിശുദ്ധാത്മാവ് ഇല്ലാഞ്ഞ കാരണം അത് മനസ്സിലായില്ല. അനുദപിക്കാൻ അവസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ വരുമെന്നൊക്കെ അറിയാൻ പറ്റത്തില്ല. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അപ്പൊ അനുദപിക്കാൻ ദൈവം ഇങ്ങനെ അവസരം കൊടുക്കും, പക്ഷെ മനസ്സിലാവത്തില്ല ചിലർക്ക്. അതാണ് വിഷയം. ഇപ്പം നമ്മുടെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടായി നമ്മൾ ചെയ്തു, അപ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കും, അമ്മ ചോദിക്കും, അല്ലെങ്കിൽ ഭാര്യ ചോദിക്കും, നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് അവർ ചോദിക്കണത്. എനിക്ക് വേറെ പടിയൊന്നുമില്ല ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം ചോദിച്ച അനുദപിക്കാനുള്ള അവസരത്തെ നമ്മുടെ തെറ്റുകളെ നീതീകരിക്കാൻ വേണ്ടി നമ്മൾ അവരെ ബ്ലോക്ക് ചെയ്യും. അതുതന്നെയാണ് കായനും ചെയ്തത്. എന്താണ്? ഞാനാണോ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരൻ? പക്ഷേ അനുദപിക്കാൻ വേറെ ഒരാളിനൊരു അവസരം കൊടുത്ത് അയാളോടും ചോദിച്ചു. അയാൾ യൂറിയായെ കൊന്നു, അയാളുടെ ഭാര്യയെ സ്വന്തമാക്കി. അയാൾ അന്നത്തെ ഗതികെട്ട ജീവിതം കൊണ്ടാണ്. അയാളുടെ വൈഫൊക്കെ അയാളെ എതിർപ്പായിരുന്നു അയാളോട്, ദാവീദിനോട്. അയാൾ ഇസ്രായേലിന് വേണ്ടിയും ജീവമരണം വെച്ച് കർത്താവിൻ്റെ ഓഹരിയായ ഇസ്രായേലിന് വേണ്ടി നിലനിന്നതാണ്. കുടുംബത്തിൽ ഒരു സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യനാണ് ഇയാൾ. അപ്പോൾ പലതുകൊണ്ടും അവഗണന, മോസസിനെ ഉണ്ടായിരുന്ന പോലുള്ള അവഗണന ഇയാൾക്കുണ്ടായിരുന്നു, ദാവീദിനുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടി കുറേ അബദ്ധങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത്, അവഗണന വരുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും. അത് മറന്നു പോകരുത്. നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും അബദ്ധങ്ങൾ സംഭവിക്കും. ദാവീദിന് അങ്ങനെ അവഗണന വന്നതാണ്. സ്വന്തം വൈഫിൽ നിന്നൊക്കെ കളിയാക്കുമായിരുന്നു, നീ രാജാവാണോ, തുണിയില്ലാതെ മറ്റു പെണ്ണുങ്ങളുടെ കൂടെ നൃത്തം ചെയ്യണം, നാണം ഉണ്ടോ, അതൊക്കെ അവർ ചോദിക്കും ഇയാളോട്. ഇയാൾക്ക് ഒരു അംഗീകാരം കിട്ടിയില്ല. അപ്പോൾ ഇയാൾ ബർശീബയെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ആകർഷണമായി. പിന്നെ അതെല്ലാം അബദ്ധമായിപ്പോയി. അബദ്ധങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ദൈവം ഇയാളോട് ചോദിക്കും, നീ എന്താണ് ചെയ്തത്? ആ ചോദ്യം തന്നെയാണ് കായനോടും ആ ചോദ്യം തന്നെ അവയോടും ചോദിച്ചത്. പക്ഷെ ഇവനോട് ചോദിക്കുമ്പോൾ ഉത്തരം വ്യത്യസ്തമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് 2 സാമുവേൽ 12:9 എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ദൈവം ചോദിക്കുകയാണ്, നാഥാനിലൂടെയാണെന്നേ ഉള്ളു, എന്തുകൊണ്ട് നീ എന്റെ വചനം അനുസരിക്കാതെ ഈ തിന്മ ചെയ്തു എന്ന് ദൈവം ചോദിക്കുകയാണ്.
പക്ഷെ ആ പാവപ്പെട്ടവന്റെ ഉത്തരം കേട്ടെ, 2 സാമുവേൽ 12:13. അത് അവ്വയുടെ ഉത്തരമല്ല, അത് കായന്റെ ഉത്തരമല്ല. അതാണ് ദാവീദ് എന്ന് പറയുന്നത്. അവന് അത് അനുദപിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലായി. ആ ചോദ്യം, നീ എന്തുകൊണ്ട്, എന്താ ചോദ്യം എന്താണ്? എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എന്റെ മുൻപാകെ ഈ തിന്മ ചെയ്തു. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അനുദപിക്കാനുള്ള അവസരമാണെന്ന് ദാവീദിന് പറഞ്ഞു കൊടുത്തത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഈ യൗവയും ദാവീദും തമ്മിലുള്ള വ്യത്യാസം. ഇവൻ തെറ്റ് ചെയ്തെങ്കിലും പരിശുദ്ധാത്മാവ് ഇവനെ അബാൻഡൻ ചെയ്യുന്നില്ല. കാര്യം, നമുക്ക് 8855 വാഗ്ദാനങ്ങളിലുള്ളതിൽ ഒരു വാഗ്ദാനം ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ് എന്നുള്ളതാണ്. അത് വാഗ്ദാനമാണ്. ഒരു കാരണവശാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ളതാണ്. അപ്പം ആ ഒരു പ്രൊവിഷനിൽ പരിശുദ്ധാത്മാവ് പിടിച്ചു നിൽക്കുകയും ഇവനെ ലെഫ്റ്റ് ഓർഫണാക്കണില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, നീ എൻ്റെ ദൈവം ചോദിക്കുമ്പോൾ ദൈവം ഇങ്ങനെ ചങ്ക തകർന്ന് ചോദിക്കണതാണ്, എന്താണ് നീ എന്നെ അനുസരിക്കാഞ്ഞത്? ലോകത്തെല്ലാവരും എന്നെ നിരാകരിച്ചാലും നീ എന്നെ നിരാകരിക്കത്തില്ലെന്നാണ് ഞാൻ കരുതിയത്. എന്തുകൊണ്ട്, നിനക്കെന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പം ദാവീദ് പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഇങ്ങനെ കായം പറഞ്ഞ വാക്കല്ല. ഞാനാണ് സഹോദരൻ്റെ കാവൽക്കാരൻ. അവ ചോദിച്ചില്ലേ, സർപ്പവനെ വഞ്ചിച്ചു. അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ദാവീദിൽ, അത് പ്ലെയിനായിട്ട് ഫ്ലാറ്റായിട്ട് അത് പറയും. എന്താ ദാവീദ് പറഞ്ഞെന്ന് വെച്ചാൽ 2 സാമുവേൽ 12:13. ഞാൻ കർത്താവിനെതിരായി ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു. ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു, കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അതാണ് സംഭവം. ആ വിഷയം കർത്താവിന് കായനോടും പറയാമായിരുന്നു, അവ്വായോടും പറയാമായിരുന്നു. കാര്യം ദൈവത്തിന് ഒറ്റ വാക്കിൽ തീരാനുണ്ടായിരുന്നുള്ള വിഷയങ്ങളെല്ലാം. ഇവ രണ്ട് കക്ഷികളും അനുതാപമില്ലാതെ സ്വയം നീതീകരിച്ചു. ഇവനോട് അവർ ക്ഷമ തൽക്ഷണം കിട്ടി. കണ്ടില്ലേ എന്താ കാര്യം? ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. അതാണ് ഞാൻ ദാവീദ് പറഞ്ഞു. കർത്താവിനെതിരായി പാപം അംഗീകരിച്ച സംഭവം അത് വല്ലാത്ത നീതി. നമുക്ക് അനുതാപം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യത്തെ ഭാഗം അംഗീകരിക്കലാണ്. അബദ്ധം പറ്റിയത് അംഗീകരിക്കും. അപ്പം ഇത് എപ്പോഴും നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടലിനെ, ദൈവതിരുസന്നിധി നിലനിൽക്കാനുള്ള ഒരു മാർഗം അത് നമ്മൾ അംഗീകരിക്കുന്നതാണ്. അംഗീകരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മരണം വരെ അതിനെക്കുറിച്ച് ഒരു ഓർമ്മയുണ്ടാകണം. നിങ്ങളിന്ന് ഭാവിയിൽ എത്ര കേമന്മാരായാലും, എൻ്റെ ഒരു കഴിഞ്ഞ കാലം എനിക്കുണ്ടായിരുന്നു, കർത്താവിനെ കൈവിട്ട കാലം, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാകണം. അത് നമ്മളെ വല്ലാത്ത രീതിയിൽ ആത്മാവിൽ വളർത്തും. ദാവീദ് എന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നതാണ് ദാവീദും കായേനും ദാവീദും ഹവ്വായും തമ്മിലുള്ള ഒരു വ്യത്യാസം. ദാവീദോട് പരിശുദ്ധാത്മാവ് പറയും, നീ അപ്പായോട് പ്രാർത്ഥിക്കേണ്ടത് എന്നെ എടുത്ത് കളയരുത് എന്നാണ്. അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്നാണ്. കാര്യം, തള്ളിക്കളയുക, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ ദാവീദ് പ്രാർത്ഥിക്കുന്നതാണ്. കാര്യം, അത് വാഗ്ദാന പ്രകാരമാണ് ആ പ്രാർത്ഥന പോണത്. അതായത് ദാവീദ് എന്നിട്ട് ദൈവത്തോട് പറയും, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, അങ്ങയുടെ പരിപാവനം എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അങ്ങനെ ഈ ഒരു സമയത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും ദാവീദ് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. പരിശുദ്ധാത്മാ വാഗ്ദാനത്തെക്കുറിച്ച് അനുസ്മരിപ്പിക്കുക. ആ വാഗ്ദാനം കിടക്കണ എവിടെയാണ്? 1 സാമുവേൽ 12:22 തന്റെ ഉത്കൃഷ്ട നാമത്തെ ഫോർ ഹിസ് ഗ്രേറ്റ് നെയിം സേക്ക്, തന്റെ ഉത്കൃഷ്ട നാമത്തെ പ്രതി കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. ഫോർ ദ ലോർഡ് വിൽ നോട്ട് ഫോർസേക്ക് ഹിസ് പീപ്പിൾ, കർത്താവ് തന്റെ ജനത്തെ പരിത്യജിക്കുകയില്ല. അപ്പൊ നമ്മളെ ഇപ്പൊ നമ്മള് പാപികളാണെങ്കിലും ദൈവം നമ്മളെ പരിത്യജിക്കാതിരിക്കുന്നത് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൻ്റെ പ്രതിയാണ്. ഈ ഒരു പ്രൊവിഷനിലാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. എന്ത് പ്രാർത്ഥിക്കുന്നത്?
സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത്. എന്താണ്? അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിപാവന എന്നിൽ നിന്ന് എടുത്ത് കളയരുതേ. പക്ഷെ ദൈവം ആ പ്രാർത്ഥന കേൾക്കും. കർത്താവിൻ്റെ തിരുസന്നിധി തന്നെ ദാവീദിനെ നിലനിർത്തും. ഈ നിലനിർത്താൻ സഹായിക്കുന്നത് ദാവീദിൻ്റെ അനുതാപം തന്നെയാണ്, പിന്നെ ദൈവസ്നേഹവും. കഴിഞ്ഞ കാലങ്ങളിലെ വന്നുപോയ ഡാമേജുകൾ റിപ്പയർ ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത് ആ വിഷയം അതുപോലെ ആരുടെയും മേൽ കെട്ടിവെക്കാതെ സ്വയമായി ഏറ്റെടുത്തുകൊണ്ട് അതിന് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുതാപപ്പെടുന്നതും പാപക്ഷമയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നതും നല്ല റെക്ടിഫിക്കേഷൻ നമുക്ക് കിട്ടാം. കർത്താവിൻ്റെ തിരുസന്നിധി വ്യാപരിക്കാൻ, നിലനിൽക്കാൻ നമുക്ക് ന്യായം കിട്ടും. അപ്പം അങ്ങനെയാണ് നമ്മുടെ ഭൂതകാലത്തെ നമ്മൾ കാണേണ്ടത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കുടുംബത്തോടെ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം ലഭിച്ചതിനെ ഓർത്ത് ദൈവപിതാവിനും ഈശോ തമ്പുരാനും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജു, ഇതെൻ്റെ ഹസ്ബൻഡ് അബി, എൻ്റെ മക്കൾ എവലിൻ ആൻഡ് എലൈന. ഞങ്ങൾ കുവൈറ്റിൽ നിന്നാണ് വരുന്നത്. ഞാൻ കുവൈറ്റിൽ മിനിസ്ട്രിയിൽ നേഴ്സായിട്ടും ഹസ്ബൻഡ് ലാബ് ടെക്നീഷ്യനായിട്ടും മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കൃപാസനത്തെപ്പറ്റി അറിയുന്നത് ഹസ്ബൻഡിൻ്റെ മമ്മി വഴിയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ധാരാളമായി കൂടുമായിരുന്നു. ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 25-ാം തീയതിയായിരുന്നു. അന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കാരണം, അന്ന് ഹസ്ബൻഡ് കുവൈറ്റിലെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, ലാബ് ടെക്നീഷ്യനായിട്ട്. അണ്ടർ മോയിച്ച് എന്ന് പറയും, കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ അണ്ടർ മോയിച്ചിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 വർഷമായി അവിടെ ജോലി ചെയ്യുന്നത്. ആ സമയത്ത് കമ്പനി പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് വേറെ ജോലി നോക്കാമെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വെക്കേഷന് വരുന്നത്, 2023 ഒക്ടോബറിൽ. അപ്പോൾ ആ കോൺട്രാക്റ്റ് 2024 ജനുവരി വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രത്യേകമായി നിയോഗം ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം വെച്ച് തിരിച്ച് കുവൈറ്റിലേക്ക് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോയി. ആ സമയത്ത് കമ്പനി 1 വർഷം കൂടെ കോൺട്രാക്റ്റ് പുതുക്കി കൊടുത്തു. 2025 ജനുവരി 31 വരെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുവൈറ്റിൽ ഉടമ്പടി ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2024 സെപ്റ്റംബറൊക്കെ ആയപ്പോഴത്തേനും കമ്പനി വീണ്ടും പറഞ്ഞു, ഇനി നിങ്ങളുടെ കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല, നിങ്ങൾക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാം, അല്ലെങ്കിൽ വേറെ ജോലി നോക്കാമെന്ന്. അപ്പം നാട്ടിലേക്ക് പോകുന്നത് ഞങ്ങൾക്ക് പോസിബിൾ അല്ലായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അവിടെ കുവൈറ്റിലായിരുന്നു നിന്നുകൊണ്ടിരുന്നത്. അപ്പം ഹസ്ബൻഡ് ഒറ്റയ്ക്ക് നാട്ടിലേക്ക് പോകുന്നത് പോസിബിൾ അല്ലായിരുന്നു. എന്നാലും ഞങ്ങൾ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് ഞങ്ങൾ 2024 ഒക്ടോബറിൽ വീണ്ടും വെക്കേഷന് വന്നു ഇവിടെ. ആ സമയത്ത് വെക്കേഷന് വന്ന് ഒരു 10 ദിവസം കഴിഞ്ഞപ്പം അവിടുന്ന് കുവൈറ്റിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഫ്രണ്ട്സൊക്കെ വിളിച്ചു പറഞ്ഞു, കുവൈറ്റ് മിനിസ്ട്രിയിൽ ഡയറക്റ്റായി ലാബ് ടെക്നീഷ്യന്മാരെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ നാട്ടിലായിരുന്നു, വേറെ ആർക്കും അത് കൊടുക്കാൻ സാധിക്കത്തില്ലായിരുന്നു, ഞങ്ങൾ ഡയറക്റ്റ് പോയി കൊടുക്കണമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഓൾറെഡി റിട്ടേൺ ടിക്കറ്റൊക്കെ എടുത്തത് കാരണം അത് മാറ്റി ഞങ്ങൾക്ക് പോകാൻ സാധിക്കത്തില്ലായിരുന്നു. ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നു, കൃപാസനത്തിൽ വന്നു. 2024 ഒക്ടോബർ 19 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കുകയും ഹസ്ബൻഡ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിൽ പ്രത്യേകമായി ഹസ്ബൻഡിൻ്റെ ജോലിക്കാര്യം തന്നെ ഞങ്ങൾ നിയോഗമായി വെച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ചെന്നു. ഏകദേശം 1 മാസത്തോളം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്ന് വീണ്ടും ഫ്രണ്ട്സ് പറഞ്ഞു, അവർ ഡയറക്റ്റ് മിനിസ്ട്രിയിൽ സബ്മിറ്റ് ചെയ്ത ബയോഡാറ്റ എല്ലാം റിജക്റ്റായി. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനി ത്രൂ മാത്രമേ നമുക്ക് ബയോഡാറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ലീവ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കുവൈറ്റിൽ ചെന്നു. കമ്പനി ത്രൂ ബയോഡാറ്റ സബ്മിറ്റ് ചെയ്തു. അങ്ങനെ 2025 ജനുവരി 31 ഹസ്ബൻഡിൻ്റെ കമ്പനിയിലുള്ള ജോലി തീർന്നു. വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ നന്നായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏകദേശം ഒരു ഫെബ്രുവരി 15 ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അതായത് മിനിസ്ട്രിയിൽ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു, ഇനി ബാക്കി ഫോർമാലിറ്റി നിങ്ങൾക്ക് തുടരാമെന്നുള്ള രീതിയിൽ. ആ വന്നതിൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ ഹസ്ബൻഡിൻ്റെ പേരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹം നൽകി മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അങ്ങനെ ബാക്കി ഫോർമാലിറ്റീസ് ആദ്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് മെഡിക്കലാണ്. മെഡിക്കൽ ഫസ്റ്റ് ലിസ്റ്റിൽ തന്നെ വരികയും മെഡിക്കൽ കഴിയുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരാനായിട്ട് താമസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടി ധ്യാനത്തിൽ പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ വൈകിയാണെങ്കിലും റിസൾട്ട് വന്നു. അങ്ങനെ സെക്കൻഡ് ബാച്ചിലേക്ക് ഹസ്ബൻഡിൻ്റെ പേര് വന്നുപോയി.
അത് കഴിഞ്ഞ് മെഡിക്കൽ കഴിഞ്ഞ് പിന്നെ മെഡിക്കൽ ലൈസൻസ് അതെല്ലാം പുറകിലായിപ്പോയി. അപ്പോഴത്തേക്കും ഒരു ബാച്ച് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കയറിപ്പോയിരുന്നു. അപ്പോൾ ഇവർ ചെന്ന സമയത്ത് മിനിസ്ട്രിയിൽ നിന്ന് പറഞ്ഞു, ഇനി ആരും മിനിസ്ട്രിയിലേക്ക് വരണ്ട, ഇപ്പം നിങ്ങളുടെ കമ്പനി മാനേജറാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന്. ആദ്യം ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഭയങ്കര ഒരു വിഷമമായി. ഇനി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന്. പക്ഷേ പിന്നീടാണ് ഞങ്ങൾക്കത് മാതാവ് തന്ന ഒരു അനുഗ്രഹമാണെന്ന് ഞങ്ങൾ അറിയുന്നത്. കാരണം ഞങ്ങൾക്ക് പിന്നെ മിനിസ്ട്രിയിലേക്ക് പോകേണ്ട വന്നില്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. ഹസ്ബൻഡിന് കമ്പനി മാനേജർ തന്നെ എല്ലാ ഫോർമാലിറ്റീസും ഫിനിഷ് ചെയ്തു. അങ്ങനെ വിത്തിൻ 3 മന്തിനുള്ളിൽ ഏപ്രിൽ 23 മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോയിൻ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് ആദ്യം കമ്പനിയിൽ ചെയ്തുകൊണ്ടിരുന്ന അതേ സെയിം സ്ഥലത്ത് തന്നെ ഇവർക്ക് മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിച്ചു. അത് ഹസ്ബൻഡ് ലാസ്റ്റ് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഈ സ്ഥലത്ത് തന്നെ എനിക്കൊരു മിനിസ്ട്രി സ്റ്റാഫായിട്ട് ജോലി ലഭിക്കണേന്ന്. കാരണം അതൊരു ബ്ലഡ് ബാങ്ക് ആയിരുന്നു, അവിടെ കൂടുതൽ ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഒരു 10 വർഷമായിട്ട് അവിടെ തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള റൂട്ടീനായിട്ടുള്ള ടെസ്റ്റുകളെ പറ്റിയുള്ള എല്ലാ ടച്ചും വിട്ടിരുന്നു. അപ്പം ഏതെങ്കിലും ഒരു വേറെ ഹോസ്പിറ്റലിലാണ് കിട്ടിയിരുന്നെങ്കിൽ അത് ഒന്നേന്നോട്ട് എല്ലാം പഠിച്ചെടുക്കണമായിരുന്നു. അപ്പം അതിന് മാതാവ് ഞങ്ങൾക്ക് ഇടവരുത്തിയില്ല. ആ സെയിം സ്ഥലത്ത് തന്നെ ഞങ്ങൾ മാതാവിനോട് മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഈശോ വഴിയായി ആ സെയിം സ്ഥലത്ത് തന്നെ ഹസ്ബൻഡിന് ജോലി ലഭിച്ചു. അത് ഈശോ വഴിയായി മാതാവ് ഞങ്ങൾക്ക് നേടിത്തന്ന വലിയൊരു അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞങ്ങളുടെ 2ാമത്തെ സാക്ഷ്യം, അവിടെ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം ഇക്വാലൻസ് ചെയ്യണമായിരുന്നു. അപ്പം കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഹയർ എന്നാണ് ആ പ്രൊസീജിയറിന് പറയുന്നത്. ആ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അത് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് എത്തിയപ്പോഴത്തേനും അത് റിജക്റ്റ് ആയിപ്പോയി. കാരണം റിജക്റ്റായെന്ന് വെച്ചാൽ ഹസ്ബൻഡ് അത് ഡിസ്റ്റൻസായിട്ട് പഠിച്ചെന്നാണ് പഠിച്ച കോളേജിൽ നിന്ന് മിനിസ്ട്രിക്ക് റിപ്ലൈ കിട്ടിയിരുന്നത്. കാരണം ഹസ്ബൻഡ് പഠിച്ചത് പാലായിലാണ്, പക്ഷേ ഇവരുടെ യൂണിവേഴ്സിറ്റി പഞ്ചാബിലാണ്. അപ്പം മിനിസ്ട്രി എൻക്വയറി നടത്തിയപ്പം യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാണ് അവർക്ക് റിപ്ലൈ കൊടുത്തത്. അത് കാരണം ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അന്ന് ഞങ്ങളത് ഉപേക്ഷിച്ചിരുന്നു. പക്ഷേ മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പം ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യണം, എന്നാലേ പിന്നീടുള്ള ജോലിയുടെ കണ്ടിന്യൂറ്റിക്ക് അത് ബാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളത് പ്രത്യേക നിയോഗം വെച്ച് ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഈ ഹയർ എന്നുള്ള പ്രൊസീജിയർ മാറി അവിടെ കോഡ്രീപേ എന്ന് പറഞ്ഞ വേറൊരു പ്രൊസീജിയർ അതിന് പകരമായിട്ട് വന്നു. അതുവഴി ഞങ്ങളത് അപ്ലൈ ചെയ്തു. വിത്തിൻ 15 ഡേയ്സിനുള്ളിൽ ആ കോഡ്രീപേ എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുകയും അത് യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുകയും ആ സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. ഇത് അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അനുഗ്രഹമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. അത് കൂടാതെ തന്നെ ഹസ്ബൻഡിന് ജോലിയില്ലാത്ത സമയത്ത് എൻ്റെ ഒരാളുടെ സാലറിയിലായിരുന്നു ഞങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. എനിക്കവിടെ ലോണും ഉണ്ടായിരുന്നു. അപ്പം വേറൊരു എക്സ്ട്രാ ചിലവ് വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നതില്ല. ഞങ്ങൾക്ക് കടം മേടിക്കാനോ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കാതെ മാതാവ് ഞങ്ങളെ കാത്തുവരും. പിള്ളേർക്കൊരു അസുഖം വരാനോ അങ്ങനെ ഒന്നും ഇടവരുത്തിയില്ല. വേറൊരു എക്സ്ട്രാ ചിലവ് ഞങ്ങൾക്ക് വരാതെ എൻ്റെ സാലറിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാനായിട്ട് അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ ആദ്യം ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞങ്ങൾ നിയോഗം വെച്ചിരുന്നു. ഞങ്ങളുടെ പിള്ളേർക്ക് 2 പേർക്കും എപ്പോഴും അസുഖങ്ങളായിരുന്നു. എല്ലാ മാസവും തന്നെ അവിടെ വെച്ച് പനി വരുമായിരുന്നു. പിന്നീട് അത് ന്യൂമോണിയ ആയിട്ട് മാറും. അങ്ങനെ അടുപ്പിച്ച് 2 പ്രാവശ്യം സിവിയർ ന്യൂമോണിയ വരികയും IV ആൻറ്റിബയോട്ടിക് അത് 2 ആഴ്ചയൊക്കെ IV ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് പിന്നീട് അങ്ങനെ സിവിയറായിട്ടുള്ള പനി വരാനൊന്നും ഇടയായിട്ടില്ല. ചെറിയ ചെറിയ പനികളൊക്കെ വരാറുണ്ട്. അതൊരു പാരസെറ്റമോൾ കൊടുക്കുന്നതിലൂടെ മാറിപ്പോവുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇത് കൂടാതെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയോട് മാധ്യസ്ഥ അപേക്ഷിച്ച് ഞങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ട്. അതിനെല്ലാം ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ കുവൈറ്റിൽ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പം ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ അഖണ്ഡ ജപമാല കൂടുമായിരുന്നു. ഒരു ദിവസം ഓൺലൈനായിട്ട്, അന്ന് ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു, ആ സമയത്ത് അഖണ്ഡ ജപമാല കൂടിക്കൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ തിരിയിൽ ഓൺലൈനായിട്ട് ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ തിരിയിൽ മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അടയാളങ്ങൾ വഴി അമ്മ മാതാവ് ഞങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ആത്മീയമായിട്ട് കൂടുതൽ ഞങ്ങൾക്ക് വളരാനായിട്ട് സാധിച്ചു. മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും കൊന്ത ചെല്ലാനും, ഒരു കൊന്തയല്ല കൂടുതൽ കൊന്തകൾ ചെല്ലാനും, ബൈബിള് വായിക്കുവാനും, കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അവിടെ ഞങ്ങൾ കുവൈറ്റിലായതുകൊണ്ട് 2 മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്നത്. അതിന് കൂടുതലായിട്ട് കുമ്പസാരിക്കാനും ദിവ്യബലികളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് സാധിച്ചു. അതെല്ലാം ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത്. പിന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഞങ്ങൾ ഉടമ്പടി ഉപ്പും മാതാവിൻ്റെ തൈലവും എന്നും തന്നെ ഉപയോഗിക്കും. ഇവർ സ്കൂളിൽ പോകുന്നതിൻ്റെ മുന്നേ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സങ്കീർത്തനം 91 ചൊല്ലി മാതാവിൻ്റെ തൈലം പ്രാർത്ഥിച്ച് ഉപ്പും കൊടുത്തിട്ടാണ് ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങളും ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇങ്ങനെ ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പും അമ്മയുടെ സംരക്ഷണം, അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. കാരുണ്യപ്രവൃത്തികളായിട്ട് ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതലായിട്ടും സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ അവിടെ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളുടെ വയനാട്ടിൽ. അവിടേക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണത്തിനുള്ള പൈസയായിട്ടും പിന്നെ രോഗികളായവർക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ട് അങ്ങനെ കാണുന്നത് ജനുവിനാന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവർക്ക് പൈസയായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിലെ ഉടമ്പടി ധ്യാനം സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അമ്മ മാതാവ് ഈശോയിൽ നിന്ന് നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 126:3 കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി വൻകാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ സന്തോഷിക്കുന്നു. 5 അഗസ്റ്റിൻ എന്ന ഈ സഹോദരി കുടുംബത്തോടൊപ്പം ചേർന്ന് കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച സവിശേഷമായ അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിനും ജീവിത അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. വളരെ പ്രത്യേകിച്ച് സൂചിപ്പിച്ചത് ജീവിത പങ്കാളിക്ക് കുവൈറ്റ് മിനിസ്ട്രിയിൽ ജോലി ലഭിച്ച സാഹചര്യത്തെക്കുറിച്ചാണ്. അതിൻ്റെ സാധ്യതകൾ ഏറെ വിരളമായിരുന്നെങ്കിലും അതിൻ്റെ സാധ്യതകൾ അമ്മ മാതാവ് തുറന്നു കൊടുക്കുകയും സുരക്ഷിതമായി പുതിയ ജോലി കണ്ടെത്തുവാൻ മാതാവ് സഹായിക്കുകയും ചെയ്തു. മിനിസ്റ്ററുടെ കീഴിൽ ജോലി വന്നുവെങ്കിലും പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യുന്ന വിധത്തിൽ അമ്മ മാതാവ് ക്രമീകരിക്കുകയും ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തെ സുരക്ഷിതമാക്കിയതിനെയാണ് ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് സർട്ടിഫിക്കറ്റിൻ്റെ ഇവാലുവേഷൻ കംപ്ലീറ്റ് ആയതിനെക്കുറിച്ചാണ്. ആദ്യം അത് അയച്ചു എന്ന് പറഞ്ഞ് തടസ്സം വന്ന് അത് ഇൻകംപ്ലീറ്റായി വർഷങ്ങൾ കിടന്നുവെങ്കിലും ഇപ്പോൾ വീണ്ടും അത് ആവശ്യമായി വന്നപ്പോൾ വീണ്ടും അത് ഇവാലുവേഷന് വേണ്ടി അയക്കുകയും അത് ശരിയായ രീതിയിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് അത് സഹോദരന് ഉപയോഗിക്കുവാൻ പറ്റുന്ന വിധത്തിൽ അത് മേൽഗതിയിലേക്ക് കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ അത് ലഭിച്ചതിനെയാണ് സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ഉടമ്പടി ജീവിതം നമുക്ക് സവിശേഷമാം വിധം ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ അവിചാരിതമായി വന്നു ചേരുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുവാനുള്ള ഒരു മെൽറ്റിംഗ് പോയിൻ്റായി നമുക്കൊരു സഹായ ഘടകമായി ഉടമ്പടി എപ്പോഴും മാറാറുണ്ട്. ഉടമ്പടിയിൽ നമ്മൾ ദൈവനാമത്തെ പ്രഘോഷിച്ചും ഈശോയുടെ ശക്തിയിൽ ആശ്രയിച്ചുമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. എൻ്റെ എളിയ ജീവിതം അതിൻ്റെ എല്ലാ നന്മകളും ജീവിച്ചുകൊണ്ട് മുന്നേറാമെന്നാണ് ഉടമ്പടിയിൽ വാക്ക് കൊടുക്കുക. അലസമായ ജീവിതക്രമങ്ങളെ നമ്മൾ ഉപേക്ഷിക്കും, പാപാവസ്ഥകളിൽ നിന്ന് നമ്മൾ പിന്മാറും, നന്മ ചെയ്യുവാനുള്ള വഴികളെല്ലാം തേടുകയും നന്മ ചെയ്തുകൊണ്ട് ജീവിതത്തെ നമ്മൾ കൂടുതൽ ബലപ്പെടുത്തുകയും ചെയ്യും. ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവഹിതപ്രകാരം ജീവിതത്തെ കുറേ കൂടി ആഴപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലേക്ക് കൊടുക്കുന്ന പ്രാർത്ഥനകൾ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്കത് തടസ്സങ്ങളുണ്ടെങ്കിൽ അവ മാറ്റിത്തരികയും ക്ലേശങ്ങളെ തരണം ചെയ്യുവാൻ ആത്മശക്തി നൽകുകയും നമുക്ക് തന്നെ സ്വയമേവ നേടുവാനാവാത്ത എല്ലാ വിഷയങ്ങൾക്ക് മേലും ദൈവികമായ ഇടപെടലുകളിലൂടെ സാഹചര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് അത് അനുഗ്രഹമാകും വരെയും അമ്മയുടെയും ഈശോയുടെയും സഹായം നമുക്ക് ലഭിക്കുകയും ചെയ്യും. സഹോദരൻ്റെ ആ മിനിസ്ട്രിയിലുള്ള ജോലി ലഭിക്കുന്നതിന് 3-4 തടസ്സങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ഓരോ പ്രതിസന്ധിയിലും ദൈവം ഒളിപ്പിച്ചു വെച്ച അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സഹോദരി തന്നെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, എളിമയുള്ള മനസ്സോടുകൂടി ജീവിത വിഷയങ്ങളെ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അമ്മ ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുക്കുകയും നമുക്ക് ഗുണകരമായി ഭവിക്കും വിധം, നമുക്ക് അനുഗ്രഹമായി തീരും വിധം നമ്മുടെ ഭാരങ്ങൾ ലഘൂകരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ നിയോഗങ്ങളെയും അമ്മയുടെ അരികിലുള്ള പ്രാർത്ഥനകളെയും അമ്മ ഫലമണിയിച്ചു തരുന്നു. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ലതകുമാരി. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മയ്ക്കും തിരുകുമാരനും 1 കോടി
നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. ആദ്യമായി ഞാൻ എൻ്റെ മകളുടെ വിവാഹ കാര്യമാണ് പറയുന്നത്. അവൾക്ക് പഠിച്ചുകൊണ്ട് ബികോം ലാസ്റ്റ് എക്സാം 6th സെമ്മിൻ്റെ എക്സാം തുടങ്ങിയപ്പോഴാണ് ഒരു വിവാഹം വന്നത്. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇപ്പോൾ എന്തായാലും വിവാഹം വേണ്ട എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ മകൾക്ക് ഇത് സന്തോഷമുള്ള ഒരു ജീവിതമാണെങ്കിൽ മാത്രമേ അമ്മ ഇത് നടത്തി തരാവൂ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് പോവാവൂ എന്ന്. അവർ വന്ന് ഒരു മെയ് 1-ാം തീയതി വന്ന് പെണ്ണ് കണ്ടു. മെയ് 12-ാം തീയതി തന്നെ എൻഗേജ്മെൻറ്റും നടന്നു. 6 മാസം കല്യാണത്തിന് സമയമുണ്ടായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ അധികം കാശൊന്നും വച്ചിട്ടില്ലായിരുന്നു കല്യാണത്തിന്. അത് ഞങ്ങൾക്കൊരു 5 സെൻറ്റ് വസ്തു ഉണ്ടായിരുന്നു. അത് വിൽക്കാൻ അതും പ്രമാണം ബാങ്കിലാണ് ഇരുന്നത്. അത് വിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ 8 വർഷമായിട്ടും നടക്കാതിരുന്നത് ഞാൻ ഇവിടുത്തെ ഉടമ്പടി എടുത്ത ഒപ്പ് കൊണ്ടുവന്ന് വിശ്വാസ പ്രമാണം പറഞ്ഞ് അവിടെ വസ്തുവിൽ കൊണ്ട് ഇടുകയും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ആ വസ്തു നോക്കുകയും അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ വില ഉറപ്പിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പ്രമാണമെല്ലാം ബാങ്കിൽ നിന്നെടുത്ത് ആകെ 4 ലക്ഷം രൂപയും കൊണ്ടാണ് ഞങ്ങൾ വിവാഹത്തിനിറങ്ങിയത്. അവൾക്ക് അവിടെ സ്ത്രീധനമൊന്നും ചോദിച്ചില്ലായിരുന്നു അവർ. എന്നാലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു മകൾക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നല്ല രീതിയിൽ അമ്മ എനിക്ക് കല്യാണത്തിന് നല്ല രീതിയിൽ നടത്തുവാനും ഞങ്ങൾ വിചാരിച്ചതിൽ നിന്ന് അവൾക്ക് എല്ലാം കൊടുക്കുവാനും നല്ല രീതിയിലൊരു കല്യാണം നടത്തുവാനും എല്ലാവരും എന്നോട് വന്ന് പറയുകയും ചെയ്തു. നല്ല രീതിയിൽ നീ വിചാരിച്ചതിൽ നിന്ന് നല്ലതായിട്ട് നടന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ വിവാഹം സംബന്ധിച്ച് എനിക്ക് 1 രൂപ പോലും പലിശ കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് അമ്മ എന്നെ കൂടെ നിന്ന് ഒരു അമ്മ മകളുടെ വിവാഹത്തിന് എങ്ങനെയാണോ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ വന്ന് നിന്ന് എൻ്റെ മകളുടെ കല്യാണം അമ്മ നടത്തി തരണമെന്ന്. കല്യാണം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈ സെക്കൻഡ് വരെ 1 വർഷം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് 1 രൂപ പോലും പലിശ കൊടുത്തിട്ടില്ല. ഞങ്ങളിൽ എല്ലാം നല്ല സന്തോഷമായിട്ട് ഒരു കടമോ ഒന്നുമില്ലാതെ തന്നെയാണ് മോളുടെ കല്യാണം നടന്നത്. രണ്ടാമതായി ഞാൻ എൻ്റെ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ ഒരു പാമ്പ് 8 അടി വീരൻ്റെ പുറത്ത് ചവിട്ടി നിൽക്കുക. അറിഞ്ഞില്ലായിരുന്നു പാമ്പിൻ്റെ പുറത്താണ് നിൽക്കണേന്ന്. എന്താണ് ഇത് കിടക്കുന്നതെന്ന് നമ്മൾ തറയിൽ നോക്കിയപ്പോഴാണ് അറിയുന്നത് പിന്നെ അത് പാമ്പായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ എടുത്ത് മാറി പെട്ടെന്ന് ആ കാലുകൊണ്ട് തന്നെയാണ് ഞാൻ ചവിട്ടി എറിഞ്ഞത്. പക്ഷെ എന്നെ കടിച്ചില്ല പാമ്പ്. അപ്പോഴും ഞാൻ വിചാരിച്ചു അമ്മ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന്. അതിൻ്റെ 3-ൻ്റെ അന്ന് പിന്നെയും എൻ്റെ ഹസ്ബൻഡും ഇതുപോലെ തന്നെയാണ് ഒരു ചെറിയൊരു ഇടവഴിയിൽ നിന്ന് പോകുമ്പോഴത്തേക്കും പാമ്പിൽ ചവിട്ടി. പക്ഷെ അദ്ദേഹത്തിനെയും കടിച്ചില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ അമ്മ ഉണ്ട് കാവലായി എന്ന്. രണ്ടാമത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഉടമ്പടി എടുത്ത കാശ് രൂപം കൊണ്ടാണ് ഞാൻ ആ എക്സാമിന് പോയത്. എക്സാമിന് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴും നോക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം കണ്ടില്ല. ഞാൻ തിരിച്ച് ഉടഞ്ഞതിന് കുറച്ച് ദൂരമാണ് എക്സാം പോയി. എന്നാലും ഞാൻ തിരിച്ച് ഉടഞ്ഞ് തന്നെ അവിടെ എല്ലാം പോയി നോക്കിയിട്ടും ആ ഉടമ്പടി കാശ് രൂപം കിട്ടിയില്ല. പിന്നെ ഞാൻ 3 ദിവസം എനിക്ക് 3-ൻ്റെ അന്ന് പിന്നെയും ഒരു എക്സാം അവിടെ ഉണ്ടായിരുന്നു. 3-ൻ്റെ അന്ന് പോയപ്പോഴും ഞാൻ കരഞ്ഞ് ഈ 3 ദിവസവും ഞാൻ ഉണ്ണാതെയോ ഉറങ്ങാതെയും കരഞ്ഞ് വിഷമിച്ച് നടന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയെ കാശ് രൂപ നഷ്ടപ്പെട്ടാൽ എൻ്റെ ഉടമ്പടി നഷ്ടപ്പെട്ടതുപോലെയാണല്ലോ അമ്മേ. അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും ആ കാശ് രൂപ ഒന്ന് തിരിച്ച് തന്നു തന്നെ ആവണം അമ്മയെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ 3-ാമത്തെ ദിവസം അവിടെ എക്സാമിന് പോകുമ്പോൾ ഭയങ്കര മഴയാണ്. അവിടെ ഭയങ്കര മഴയുള്ള ഒരു ദിവസം ചെളിയെല്ലാം കിടന്ന് അവരവിടെ തൂത്ത് വൃത്തിയാക്കി എല്ലാം തീയെല്ലാം ഇട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ 2 വീലർ അവിടെ കൊണ്ട് വച്ചിട്ട് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് നോക്കിയതും ആദ്യം കണ്ടത് ഞാൻ ആ എൻ്റെ ഉടമ്പടി കാശ് രൂപ എൻ്റെ മുഖത്ത് ഒരു വെട്ടം പ്രകാശിക്കുന്നത് പോലെയാണ്. ഞാനാണെങ്കിൽ കാരണം ഞാൻ അവിടെ രണ്ടാമത് തിരിച്ചു വന്ന് നോക്കിയ സ്ഥലമാണ്. പിറ്റേന്ന് ഞാൻ പോയി നോക്കി കണ്ടില്ല. 3-ൻ്റെ അന്ന് പോയപ്പോഴത്തേക്കും ആ കാശ് രൂപ എൻ്റെ കയ്യിൽ തിരിച്ച് കിട്ടുകയും ഞാൻ അമ്മയ്ക്ക് കാരണം ആ പരീക്ഷാ ഹാളിൽ ഞാൻ 3-ാമത്തെ എക്സാമിന് കയറിയപ്പോൾ ആ കാശ് രൂപം കൊണ്ട് തന്നെയാണ് കയറിയത് ഞാൻ എക്സാമിന്. അത് രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം. 3-ാമത്തേത് ഞാൻ എപ്പോഴും അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുമായിരുന്നു, അമ്മ എല്ലാവർക്കും കാശ് രൂപവും അമ്മയുടെ എന്തെങ്കിലും വസ്തുക്കൾ കളഞ്ഞു കിട്ടുമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ഒന്നും കളഞ്ഞു കിട്ടിയില്ലല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ കൊച്ചുമോൾക്ക് ഭയങ്കര വിശ്വാസമാണ്. അവൾക്കെങ്കിലും ഒരു കുഞ്ഞ് കാശ് രൂപം കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു. ഈ ഓണത്തിന് മോൾ എക്സാമിന് പോയിട്ട് വന്നപ്പോൾ വേനിലാണ് പോണത്. ഞങ്ങൾ തിരുവനന്തപുരം കാരക്കമണ്ഡപത്താണ് താമസിക്കുന്നത്. ആ വേനിൽ നിന്ന് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു കാശ് രൂപമാണ് ഇത്. കാരണം ഒരു ഉടമ്പടി കാശ് രൂപമാണ്. പക്ഷേ ഞാനപ്പോൾ മോളെടുത്ത് പറഞ്ഞു, മോളെ ഇത് ഏതോ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മ അവരുടെ കയ്യിലിട്ട് കൊടുത്തതാണ് എക്സാമിന്. അത് മോൾ എന്തായാലും വേനിൽ പോയി തിരിച്ച് കേൾക്കണം എല്ലാവരോടും. അവളെല്ലാവരോടും ചോദിച്ചു ഇത് ആരുടെയെങ്കിലും കാശ് രൂപം എന്തെങ്കിലും കളഞ്ഞിട്ടുണ്ടോ, കൃപാസനത്തിലെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഇതുവരെയും ആരും വന്നിട്ടില്ല. പക്ഷേ എന്തായാലും ആ ഒരു കാശ് രൂപം നഷ്ടപ്പെട്ടതിൻ്റെ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഇത് വഴിയെങ്കിലും ആരെങ്കിലും ഈ കാശ് രൂപത്തിന് അവിടെ ഉണ്ടെങ്കിൽ അജിത് ട്രാവൽസ് എന്ന് പറഞ്ഞൊരു ട്രാവൽസിൽ നിന്നാണ് ഞങ്ങൾക്കിത് കിട്ടിയത്. അവരാരെങ്കിലും വന്നാൽ ഞാൻ തിരിച്ചു കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കും. എൻ്റെ കാശ് രൂപം അല്ല, ഇത് വേറെ ആളുടേതാണ്.
അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇത് കാണുകയാണെങ്കിൽ ഇത് തിരിച്ച് ഞാൻ കൊടുക്കും അവർക്ക്. ദേശീയ പ്രവർത്തനം ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുവന്ന പത്രങ്ങളെല്ലാം എല്ലാവർക്കും ഞാനും എൻ്റെ ഇളയ ആളും കൂടെ 2 വീലറിൽ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ, പള്ളിയുടെ നടയിൽ, അല്ലാതെ എവിടെയെങ്കിലും റോഡിൽ എല്ലാവരും നിൽക്കുന്ന എടുത്ത് കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു വിശേഷവും ഞങ്ങൾ വീട്ടിൽ ആഘോഷിക്കാറില്ല. കാരണം ഒരു ബർത്ത്ഡേ വന്നാലോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലോ എന്ത് വിശേഷം വന്നാലും ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവന്ന് ഫുഡ് കൊടുത്ത് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെ ചേട്ടൻ പോകുമ്പോഴേ എനിക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ഞാൻ ഒരു പൊതി ചോറോ എന്തെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ പുള്ളി പുറത്തുനിന്നെങ്കിലും വാങ്ങി ആർക്കെങ്കിലും ഒരു പൊതി ചോറോ എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത് കൊടുക്കാറുണ്ട്. പിന്നെ സുഖമില്ലാതെ കിടക്കുന്നവർക്ക് വേണ്ടി 1 രൂപയെങ്കിലും എന്നെ കൊണ്ടാകുന്നത് ഞാൻ സഹായം ചെയ്യാറുണ്ട്. ഇവിടെ നിന്ന് തന്നെ കൃപാസനത്തിൽ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ട ഉടമ്പടി എടുത്ത കുറേ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് വഴി സഹായങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളെ കൊണ്ടാകുന്ന എല്ലാവരും ഞങ്ങൾ ഒരു തുക ചെയ്ത് വിചാരിച്ച് എല്ലാവരും കൂടെ കൊണ്ടുവന്ന് അവരുടെ തന്നെയാണ് കൊണ്ടു കൊടുക്കാനും ഡ്രസ്സോ ആഹാരമോ എന്താണെന്ന് വെച്ചാൽ അവരത് ചെയ്യാറുണ്ട്. പിന്നെ എന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജപമാല എന്തെന്ന് പോലും അറിയാത്ത ഞാനിപ്പം ജപമാല എടുക്കുന്നുണ്ട്, ബൈബിൾ വായിക്കുന്നുണ്ട്, 2 നേരം പ്രാർത്ഥനയുണ്ട്, അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് ചൊവ്വാഴ്ച. എല്ലാം എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ എല്ലാം ചെയ്യാറുമുണ്ട്, പ്രാർത്ഥിക്കാറും എല്ലാം ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരണത് മായ എന്ന് പറയുന്ന ഒരു ചേച്ചി പരിചയപ്പെടുത്തിയിട്ടാണ്. അത് ഞാൻ പറയുന്നില്ല, കാരണം അവർ പറഞ്ഞ് എൻ്റെ മനസ്സിനകത്ത് ഇവിടെ വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞാൻ സ്വപ്നത്തിൽ ഒരു പള്ളി സ്വപ്നം കാണുകയാണ്. പള്ളി വന്നപ്പോഴത്തേക്കും നല്ല മാല റോഡിൽ ഇങ്ങനെ ഞങ്ങൾ കാറിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അയ്യോ ഒരു പള്ളിയുണ്ട് നമുക്ക് തൊഴാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ 2 സൈഡിലും മാലാകന്മാരെ പോലെ കുഞ്ഞ് പിള്ളേർ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അകത്തോട്ട് കയറാൻ വന്നപ്പോൾ ഭയങ്കര തിരക്ക് കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് കയറാം. അപ്പം എന്നോട് ഒരാൾ പറയുന്ന മോളെ ഇന്ന് ഭയങ്കര തിരക്കാണ്, നിങ്ങൾ പോയാലും അകത്തോട്ട് കയറി നിങ്ങൾക്ക് തൊഴാൻ പറ്റില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടു. അപ്പം ഞങ്ങൾ അന്ന് എനിക്ക് വന്ന് ഞാൻ അകത്ത് എങ്ങനെയും ഇടിച്ച് കയറിയെങ്കിലും ഞാൻ മാതാവിനെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ തിരിച്ച് വിഷമത്തിൽ പോയി ഞാൻ പുറത്തുള്ള ഒരു മാതാവിനെ തൊഴിച്ചു വന്നു. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇവിടെ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന് അവസാനം ഞാൻ ഒരു ദിവസം ഇവിടെ വന്നപ്പോഴും ഒരു സൺഡേ ആണ് വന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ എങ്ങനെയാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര ആൾ. പക്ഷെ അന്ന് ഞാൻ ആ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയും ഞാൻ സ്വപ്നത്തിൽ കണ്ട പള്ളിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുറത്തിരിക്കുന്ന ഒരു മാതാവാണ് യഥാർത്ഥത്തിൽ മാതാവെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ എല്ലാം തൊഴുതിട്ട് ഇവിടെയൊക്കെ വന്നെങ്കിലും ഇവിടെ അന്ന് ധ്യാനം ഉള്ളത് കൊണ്ട് ഭയങ്കര ആളായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇവിടെ എന്താണെന്ന്. അപ്പം ഞാൻ അങ്ങ് വീട്ടിൽ പോയി. 3-ന്റെ അന്നാണ് ഞാൻ അറിയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ മാതാവിനെ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിലും മാതാവിനെ കണ്ടില്ല. അപ്പോൾ സ്വപ്നത്തിൽ വന്നതും ഞാൻ യഥാർത്ഥത്തിൽ ആദ്യം വരുമ്പോൾ മാതാവിനെ കാണില്ല എന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. രണ്ടാമത് ഞാൻ പിന്നെ 1 മാസം കഴിഞ്ഞാണ് വന്നപ്പോഴാണ് ഞാൻ മാതാവിനെ കാണുന്നത്. എൻ്റെ 2ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഇവിടുത്തെ മാതാവിനെയും ഈശോയെയും എല്ലാവരെയും കാണുന്നത്. പിന്നെ എനിക്ക് ഒരു 11 വർഷമായിട്ട് എൻ്റെ 2 കാലും ഉറങ്ങാൻ പറ്റില്ല, ഭയങ്കര കോച്ചി പിടിക്കാണ്. കാരണം ഉറക്കത്തിൽ എണീച്ചിരുന്ന ഭയങ്കര കരച്ചിലാണ് നല്ല വേദനയാണ് കാല് കോച്ചി പിടിച്ച്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു ടൂറൊക്കെ പോകുമ്പോഴും പോകാൻ പറ്റില്ല, കാരണം അത്രയും കാല് കോച്ചി പിടിക്കുക, തണുപ്പൊന്നും അടിക്കാൻ പറ്റില്ല. എപ്പോഴും കാലിൽ മരുന്നിട്ടിരിക്കണം, അല്ലെങ്കിൽ സോക്സ് ഇടണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പത്തി തൈലം കൊണ്ട് എൻ്റെ കാലിൽ പറഞ്ഞിട്ട് പറഞ്ഞു അമ്മേ ഞാൻ എത്ര ദിവസം കൊണ്ട് രാത്രി ഒന്ന് ഉറങ്ങിയിട്ട് നല്ലതായിട്ട്, അതുകൊണ്ട് എനിക്ക് ഒന്ന് ഉറങ്ങണോ അമ്മേ, ഈ അസുഖം ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ച് ഉടമ്പടി തൈലം എന്നും ഇടാറുണ്ടായിരുന്നു. അങ്ങനെ ഇട്ട് 6 മാസമായിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എത്ര തണുപ്പിൽ നിന്നാലും കുഴപ്പമില്ല, രാത്രി കാല് മൂടാറില്ല. ഞങ്ങളിപ്പോൾ ഓണത്തിന് തന്നെ ഞാൻ എവിടെ തണുപ്പത്തെല്ലാം പോയിട്ട് പോലും എനിക്ക് കാല് കോച്ചി പിടിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെ ഈ ഒരു കാലിൽ കോച്ചി പിടിക്കലും മാറ്റി തന്നതിന് അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ഈ അൾത്താരയിൽ കയറി നിൽക്കാൻ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചതിലും അമ്മയ്ക്കും തിരുകുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഞാനും എൻ്റെ കുടുംബം സഹായമാണ്. അങ്ങയുടെ ചെറിയൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63 7-8 വചനമാണിത്. അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ താങ്ങി നിർത്തുന്നു. ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ താങ്ങി നിർത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കാത്ത സ്നേഹം കൊണ്ട്, കരുതൽ കൊണ്ട് കൂടെ ചേർത്ത് പിടിക്കുന്നത് പോലെയാണ് ഈശോയും അമ്മയും ഉടമ്പടി മക്കളെ ജീവിതത്തിൽ അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ലതാകുമാരി എന്ന സഹോദരിയുടെ സാക്ഷ്യത്തിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നതും അതുതന്നെയാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ്. കൃപാസനം പള്ളിയിൽ വന്നപ്പോൾ ആദ്യമായി ഉണ്ടായിരുന്ന സ്വപ്നവും പിന്നെ വന്ന് കണ്ടതും
മൂത്ത മകളുടെ വിവാഹം അതൊരു സ്വപ്നമായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയത്താണ് 5 സെൻറ്റ് സ്ഥലം വിൽക്കുവാനായിട്ട് 8 വർഷമായി കാത്തിരുന്നു. ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിലേക്ക് ആ വിൽപ്പന ആയിട്ട് ആളുകൾ പല വ്യക്തികളും വരുവാനായിട്ട് സാധിച്ചു. അതിന് പെട്ടെന്ന് വിൽക്കുവാനും മകളുടെ വിവാഹം നല്ല രീതിയിൽ നടത്തുവാനും പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഭംഗിയായിട്ട് എന്നാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. പിന്നെയാണ് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു പാമ്പിൻ്റെ ശല്യം, അതും കാലിൻ്റെ അടിയിൽ ഒരട്ടടി മുറുക്കൻ പാമ്പായിരുന്നു. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടായിരുന്നു. പക്ഷെങ്കിൽ എന്ത് സംഭവിക്കാമായിരുന്നു. അവിടെയും ഈശോയും അമ്മയും ഇവരെ കരുതലോടെ സംരക്ഷിക്കുകയായിരുന്നു. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു, അങ്ങയുടെ ചിറകിൻ കീഴിലാണ് ഇവരെ സംരക്ഷിച്ചത്. അവിടെ നിന്നും ഈ മകൾക്ക് ഒരു വലിയൊരു സംരക്ഷണമാണ്. ഉടമ്പടി മക്കൾ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയും അമ്മയും ഇവരെ എപ്പോഴും താങ്ങി നിർത്തുന്നതായിട്ടാണ് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ മകളുടെ കാശുരൂപം, മകൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു, ഒരു കാശുരൂപം എന്തെങ്കിലും ഒന്ന് കിട്ടണമേ എന്ന്. അതൊരു ഉടമ്പടി കാശുരൂപം അമ്മ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഈ മകളുടെ കയ്യിൽ കൊടുക്കുകയായിരുന്നു. പിന്നെ ഈ മകൾ പ്രാർത്ഥിച്ചത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. കാല് കോച്ചിയുള്ള ഒരു ഒരു വേദന, 11 വർഷത്തോളം ഈ മകൾ ആ വേദനയിൽ ബുദ്ധിമുട്ടി. പിന്നീട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴാണ് ഇവർക്ക് ആ വേദനയിൽ നിന്ന് ഒരു വലിയൊരു രോഗസൗഖ്യം ഈശോയും അമ്മയും കൊടുത്തത്. ഈശോ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈശോയും അമ്മയും അവിടെ ചിറകിൻ കീഴിലാണ് നമ്മളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത്. നമ്മൾ അവരോട് ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ലതാകുമാരിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. പരിശുദ്ധ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷി പറയാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് അപർണ. ഞാൻ വരുന്നത് തൊടുപുഴയിൽ നിന്നാണ്. ഇതെൻ്റെ അമ്മ. 2025 മാർച്ച് മാസമാണ് എൻ്റെ അമ്മ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മയുടെ ഉടമ്പടിയിലുണ്ടായിരുന്ന നിയോഗമായിരുന്നു എൻ്റെ പഠനകാര്യം. ഞാൻ 2022 തൊട്ട് ജർമ്മൻ പഠിക്കുകയായിരുന്നു. 24-ലാണ് എക്സാം എല്ലാം ക്രാക്ക് ചെയ്തത്. അതിനുശേഷം അമ്മ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഏപ്രിൽ മാസം ഒരു ഏജൻസിക്ക് എൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് പേപ്പറും കാര്യങ്ങളും എല്ലാം സബ്മിറ്റ് ചെയ്തു. അവർ ഞങ്ങൾ ഏപ്രിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഏപ്രിൽ മെയ് ആയി, ജൂണായി, ജൂലൈ ആയി, ഒരു മൂവ്മെൻറ്റും ഇല്ല. പ്രോസസ്സിങ് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. അവരെ വിളിക്കുന്നുണ്ട്, അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പോസിറ്റീവ് റെസ്പോണ്ടൊന്നും അവർ ചെയ്യുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു വിസയ്ക്ക് ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊരു കോൺട്രാക്റ്റ് ഇല്ലാതെ എങ്ങനെ വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നത്? വിസയ്ക്ക് ഡേറ്റ് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു, അല്ല, ആദ്യം വിസയ്ക്ക് ഡേറ്റ് എടുക്കാം, വിസയ്ക്ക് ഡേറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. നവംബർ മാസം 2025 നവംബർ മാസം വിസയ്ക്ക് ഡേറ്റ് എടുക്കുന്നു. അതിനുശേഷം ഇവർ എൻ്റെ ഇൻ്റർവ്യൂ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല, പ്രോപ്പറായിട്ട് അവരൊന്നും നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതെന്തോ ഫ്രോഡാണ്, സ്കാമാണെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ കുറച്ച് പൈസ അടച്ചിട്ടുണ്ടായിരുന്നു, അത് തിരിച്ചു തരണമെന്ന് പറഞ്ഞു. അവർ തിരിച്ചു തരുന്നില്ല. കാരണം കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ പോയി, പിന്നെ അവർ കിട്ടൂലല്ലോ, അങ്ങനെയാണല്ലോ പൊതുവേ. അങ്ങനെ എനിക്ക് വീട്ടിൽ ഇത് പറയാൻ പറ്റത്തില്ല, കാരണം വീട്ടിൽ പറഞ്ഞാൽ എന്നെയും വഴക്ക് പറയും. അങ്ങനെ അതിനുശേഷം ഞാൻ വീട്ടിൽ പറയാൻ ഇടയായി, ഇതുപോലെ ഒരു സംഭവമുണ്ട്, അവർ പൈസ കുറച്ച് മേടിച്ചു, അങ്ങനെയൊക്കെ. അതിനുശേഷം ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം കാശും പോയി, പ്രോസസ്സിങ്ങും നടക്കുന്നില്ല. എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ വളരെ ഒരു 2-3 മാസം കൂടെ ഉള്ളൂ. ഡിസംബർ 2-ന് തീരും. അതിന് മുന്നേ കോൺട്രാക്റ്റും കിട്ടണം, എനിക്ക് കയറി പോവുകയും ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അവർ എംബസി പറയും, റീ എക്സാം എഴുതാൻ പറയും. അത് പോസിബിൾ അല്ലൊരു കാര്യമല്ല. ഉടനെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചു, എടി നീ അവരുടെ കയ്യിൽ നിന്ന് പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് നീ വേറൊരിടത്ത് കൊടുത്തോ, ഞാനൊരു നമ്പർ തരാമെന്ന് പറഞ്ഞ് അവൾ എന്നെ വിളിച്ചു. അങ്ങനെ ആ ചേച്ചിയായിട്ട് കോൺടാക്ട് ചെയ്തു. ആ ചേച്ചി പറഞ്ഞു, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോസസ്സിങ് ചെയ്യാം, വെക്കാം, മെഡിക്കൽ എടുത്തോ, ഒരു കുഴപ്പമില്ല. നവംബർ മാസം നമ്മൾ വിസയ്ക്ക് വെക്കാൻ ഡേറ്റും എടുത്തോളാം പറഞ്ഞു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു. പ്രാർത്ഥനയുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഉടമ്പടി ഉപ്പും തേനും ഒക്കെ അമ്മ എനിക്ക് നിരന്തരമായിട്ട് കഴിക്കാൻ തരുന്നുള്ളൂ. ഞാൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചു.
അങ്ങനെ ഇൻ്റർവ്യൂ ആയി. ആദ്യത്തെ ഇൻ്റർവ്യൂ എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ അതിൽ ഫെയിലായി. രണ്ടാമതൊരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂവർ വളരെ നല്ലൊരാളായിരുന്നു. കാരണം എന്നോടൊരു ഇൻ്റർവ്യൂ ആയിട്ടല്ല അത് നടത്തിയത്. വളരെ കൂളായിട്ട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനും നല്ലവണ്ണം സംസാരിക്കാൻ പറ്റി. എനിക്ക് ലാംഗ്വേജ് കുറവാണ് എങ്കിൽ പോലും എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. അവർ പറഞ്ഞു നിന്നെ സെലക്ട് ചെയ്യാം, കുഴപ്പമില്ല, കോൺട്രാക്റ്റ് ഞാൻ തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ കോൺട്രാക്റ്റ് തന്നില്ല. കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് നവംബർ 3 കഴിഞ്ഞു. പക്ഷേ അവരെനിക്ക് കോൺട്രാക്റ്റ് തരുന്നില്ലായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു ദിവസം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ കൃപാസനത്തിൽ പോവാ, വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, അത്രയും പ്രയാസം. കാരണം പൈസ കൊടുത്തു, എല്ലാം ചെയ്തു, അവസാനം പൈസയും പോവും. വിസയ്ക്ക് ഡേറ്റ് എടുത്തതും പൈസ കൊടുത്തിട്ടാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാനിവിടെ വന്നു. അപ്പോൾ അമ്മ പറഞ്ഞു, എടി നീ പോണ വഴിക്ക് ചിലപ്പോൾ നിനക്ക് കോൺട്രാക്റ്റ് കിട്ടിയേക്കും, എനിക്കങ്ങനെയാണ് തോന്നിയെന്ന് എൻ്റെ അമ്മ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അമ്മ പറഞ്ഞു എന്നാൽ നല്ല കാര്യം എന്നും പറഞ്ഞ് ഞാൻ ഇവിടെ ഇവർ കൃപാസനത്തിൽ എത്തിയില്ല. ഞാൻ 9:30 ആകുമ്പോൾ ഇവിടെ എത്തുന്നത് രാവിലെ. പക്ഷേ 9:15 നവംബർ 17 9:15 എനിക്ക് എൻ്റെ കോൺട്രാക്റ്റ് വന്നെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. ഞാനിവിടെ എത്തുന്നതിന് മുന്നേ തന്നെ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് ആ കോൺട്രാക്റ്റ് നൽകി എന്നെ അനുഗ്രഹിച്ചു. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ആദ്യം കോൺട്രാക്റ്റ് കാണിക്കുന്നതും മാതാവിനെയാണ്, വേറെ ആരെയും അല്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുന്നതും മാതാവിനെ ആദ്യം കാണിക്കുന്നതും. അതിനുശേഷമാണ് ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നത് കോൺട്രാക്റ്റ് വന്നെന്ന്. എങ്കിൽ പോലും മറ്റൊരു പ്രശ്നം അതിൽ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിയാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അന്നേരമാണ് ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യാൻ പോയപ്പം ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. BFS ഓഫീസിൽ ബയോമെട്രിക് എടുക്കാൻ പോയപ്പോൾ എല്ലായിടത്തും ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം അപ്പോൾ എനിക്കൊരു ഉറപ്പായി. അപ്പോൾ തന്നെയല്ല, എനിക്കൊരു അടയാളവും കാണിച്ചു തന്നിരുന്നു മാതാവ്. ഒരു നീല ഫയലിലാണ് എൻ്റെ എല്ലാ ഡോക്യുമെൻസും വെച്ചിരുന്നത്, സേഫാക്കി. അപ്പം ഞാനത് മാതാവിനോട് പറഞ്ഞിരുന്നു, എനിക്ക് എന്തെങ്കിലും ഒരു അടയാളവും കാണിച്ചു തരണമെന്ന് പോകുന്നതിന് മുന്നേ. അങ്ങനെ എനിക്കത് കിട്ടി. വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം വിസ വരാനുള്ളൊരു ടൈം ഉണ്ടല്ലോ. എൻ്റെ വിസയ്ക്ക് അത്യാവശ്യം നല്ല ടൈം എടുക്കും. പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എത്രയും വേഗം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാരണം വാലിഡിറ്റി തീരാൻ കിടക്കുന്നു. തന്നെയല്ല ക്രിസ്മസ് ന്യൂ ഇയർ വെക്കേഷനാണ്. അപ്പോൾ എംബസികളൊന്നും വർക്കിംഗ് അല്ലായിരിക്കും, അവരെല്ലാം ക്ലോസ് ചെയ്തിടും. അപ്പോൾ പെൻഡിങ്ങിൽ കിടന്ന് കഴിയുമ്പോൾ പിന്നെ അവർ നോക്കുമ്പം വാലിഡിറ്റി കഴിഞ്ഞു, ഉടനെ റിജക്ഷനാണ് എനിക്ക് പിന്നെ സംഭവിക്കാൻ പോണ ഒരു കാര്യം. അതെനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു. അങ്ങനെ അമ്മയോട് നിരന്തരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മയോട് ഞാനൊരു അടയാളം ചോദിച്ചു, എന്തെങ്കിലും എന്തെങ്കിലും ഒരു മൂവ് ചെയ്യുന്ന ഒരു അടയാളം ഞാൻ ചോദിച്ചിരുന്നു. എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് എൻ്റെ കയ്യിൽ ഒരാൾ വന്നിട്ട് ഒരു കവർ തരുന്നു. ആ കവർ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ യെസ് അപ്രൂവ്ഡ് എന്നാണ് കാണിച്ചേക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അതൊരു സ്വപ്നമാണ് ഞാൻ കാണുന്നത്. അപ്പം സ്വപ്നം കണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു, അമ്മ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടിരുന്നു, മാതാവാണോ കാണിച്ചു തന്നതെന്നാണ് തോന്നുന്നത്, എൻ്റെ വിസ അപ്രൂവ് ആവും, എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണ് ഞാൻ തോന്നുന്നതെന്ന് ഞാനിങ്ങനെ മനസ്സിൽ അമ്മയോടും ഞാൻ വീട്ടിലും പറഞ്ഞു. അങ്ങനെ ഞാനത് പിന്നെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എനിക്ക് ടെൻഷൻ, ഒരു ചെറിയ ടെൻഷൻ, ഇനി എന്തെങ്കിലും റിജക്ഷൻ സംഭവിക്കുമേ. എന്നിട്ട് ഞാൻ പിന്നെയും മാതാവിനോട് ചോദിച്ചു, മാതാവേ ഒരടയാളം കൂടെ എനിക്ക് കാണിച്ചു തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു. എല്ലാവരും പറയുന്നത് കേൾക്കാം, വിസ 7ാമത്തെ പേജിൽ അടിച്ച് കിട്ടി, 9ാമത്തെ പേജിൽ അടിച്ച് കിട്ടി എന്നൊക്കെ. അപ്പം ഞാനും മാതാവിനോട് പ്രാർത്ഥിച്ചു. കാരണം മാതാവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-നാണ്. ഞാൻ ജനിച്ചത് ഒരു 17-ാം തീയതിയാണ്. അതേപോലെ തന്നെ അങ്ങനെ പിന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടിയത് ഒരു 17-ആണ്. അപ്പോൾ 7 എന്ന് പറഞ്ഞ നമ്പർ എനിക്കൊരു വലിയ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പം എനിക്ക് 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ച് കിട്ടണമെന്ന് ഞാൻ നിരന്തരമായി പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ല, അമ്മയോട് ഞാൻ പറഞ്ഞു, പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടിയാൽ കൊള്ളാം മാതാവേ, എനിക്കത് കാണിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അമലോത്ഭവ തിരുനാളാണല്ലോ ഡിസംബർ 8-ന്. അപ്പം ഞാൻ തിരുനാളിൻ്റെ അന്നോ 8-ാം തീയതിയോ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. 8-നോ 9-നോ എനിക്കെൻ്റെ വിസ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, എങ്കിൽ പോലും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു സന്തോഷ വാർത്ത, മാതാവിൻ്റെ തിരുനാളിൽ എന്തെങ്കിലും എനിക്കൊരു സന്തോഷ വാർത്ത തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 8-ന് അനക്കൊന്നും സംഭവിച്ചില്ല. 9-ാം തീയതി അതുപോലെ തന്നെ. പിറ്റേ ദിവസം 10-ാം തീയതി ആയപ്പം എനിക്ക് പെട്ടെന്ന് എൻ്റെ ഫോണിലോട്ടൊരു മെസ്സേജ് വന്നു, BFS ഓഫീസിൽ നിന്നാണ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്നും പറഞ്ഞ്. ഞാൻ ഷോക്കായി പോയി. കാരണം പെട്ടെന്ന് കിട്ടാത്തൊരു സാധനം മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചെങ്കിൽ പോലും അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അയ്യോ മാതാവ് ഇത് നടത്തി തന്നോ, എന്തായിരിക്കും ആ പാസ്പോർട്ടിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും എന്ന്.
ഞാൻ 15-ാം തീയതി പോയി പാസ്പോർട്ട് കളക്ട് ചെയ്തു. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത് അത് തന്നെ മാതാവ് എനിക്ക് നടത്തി തന്നു. ഞാൻ 9-ാം തീയതിയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചത്. 9-ാം തീയതിയാണ് എനിക്ക് 9-ാം തീയതി മെസ്സേജ് ഒന്നും വന്നിരുന്നില്ല, 10-ാം തീയതിയാണ് വരുന്നത്. പക്ഷേ എൻ്റെ പാസ്പോർട്ടിൽ 9-ാം തീയതിയാണ് വിസ അടിച്ച് കിട്ടിയ ഡേറ്റ്. അതേപോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചത് എന്താ, പാസ്പോർട്ടിൽ 7-ാമത്തെ പേജിൽ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടണമെന്നായിരുന്നു. അതേപോലെ തന്നെ 7-ാമത്തെ പേജിലാണ് എനിക്ക് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കൊടാനുകൂടി നന്ദി. ഞാൻ ഈ ജനുവരി 30-ന് ജർമ്മനിക്ക് പോവാണ്. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് കിട്ടിയത്. നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ബലവും പിന്നെ അച്ഛൻ്റെ ധ്യാനവും അതേപോലെ തന്നെ ഡെയിലി ബ്രെഡും എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തു. കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എനിക്ക് എൻ്റെ കഴിവിൽ വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ പയ്യെ അതൊക്കെ പോകാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചത്. അങ്ങനെയാണ് എനിക്കിത് കിട്ടിയത്. അതേപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാവർക്കും കൊടുക്കും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് അർഹിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ കിട്ടാൻ നല്ല പാടാണ്. കാരണം നമ്മൾ പലരുടെയും കയ്യിൽ കൊടുക്കുമ്പോൾ അവിടെയൊക്കെ ഇട്ടിട്ട് പോവും. ചിലർ വായിക്കില്ല, ചിലർ സ്പോട്ടിൽ നമ്മൾ പറയും വിശ്വാസമില്ല, ചിലർ വിശ്വാസം ഇല്ലെങ്കിൽ അത് മേടിച്ചിട്ട് അത് എവിടെയെങ്കിലും ഇടും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ എനിക്ക് അത് അർഹിക്കുന്നവരെ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് അത് ഞാൻ അർഹിക്കുന്നവരുടെ കയ്യിൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, ചുമ്മാ ആൾക്കാരുടെ കയ്യിൽ ഞാൻ കൊടുക്കാറില്ല. അതേപോലെ തന്നെ അച്ഛൻ്റെ ധ്യാനങ്ങൾ ഷെയർ ചെയ്യുകയും പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്യുകയും അപ്പം ഞാൻ വിശ്വാസത്തിലോട്ട് വന്ന ആൾക്കാരത് കളിയാക്കും. കാരണം ഞാൻ അങ്ങനെ ദൈവത്തിൽ പ്രാർത്ഥിക്കാത്ത ഒരാളാണ്. അപ്പോൾ പയ്യാണ് ഞാൻ വിശ്വാസത്തിലോട്ട് വരുന്നത്. അതെന്നെ വളരെയധികം സ്വാധീനിച്ചു. കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി. എൻ്റെ ആത്മീയ ജീവിതത്തിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായത്. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ നിരന്തരം എനിക്ക് സമാധാനമുണ്ട്, ടെൻഷനില്ല. ഞാൻ പോവുകയാണെങ്കിൽ പോലും എനിക്ക് ഒട്ടും ടെൻഷനില്ല, വളരെ കൂളാണ്. മാതാവിനോട് നന്ദി പറയാനും സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ പോകുള്ളൂന്ന് മാതാവിനോട് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിച്ചു. സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. ഈ സാക്ഷ്യം ഞാൻ മാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കുന്നു. 30-ാം സങ്കീർത്തനം 12-ാം തിരുവചനം. ഞാൻ മൗനം പാലിക്കാതെ അങ്ങയെ പാടി പുകഴ്ത്തും. ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നും നന്ദി പറയും. അപർണ എന്ന ഈ മകൾ അമ്മയോടൊപ്പം വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഏറ്റുപറയുന്നത് വലിയ ഒരു വലിയൊരു സങ്കടത്തിൻ്റെ കാലത്ത് നിന്ന് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം ഉപേക്ഷിച്ച് ഉടമ്പടിയിലൂടെ ഈ മകളെ കൈപിടിച്ച് ഉയർത്തി ജർമ്മൻ വിസ കയ്യിൽ കൊടുത്ത ഒരു വലിയ സാക്ഷ്യത്തെക്കുറിച്ചാണ് മകൾ ഏറ്റു പറഞ്ഞത്. തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിൽ ഈ മകൾ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ പ്രോസസ്സിങ് നടക്കുമ്പോഴും എല്ലാം ഉണ്ടായിരുന്ന കോൺഫിഡൻസ് പതിയെ അത് നഷ്ടപ്പെട്ടു തുടങ്ങി. ഇനി ദൈവത്തിന് മാത്രമേ എനിക്ക് കൈപിടിച്ചുയർത്താനാവൂ എന്ന ഒരു വലിയ ജീവിത സത്യാവസ്ഥയിലേക്ക് അപർണ കയറി വന്നത് ഉടമ്പടി ജീവിതത്തിലൂടെയാണ്. അപർണയുടെ എല്ലാ കാര്യങ്ങളും സ്വപ്നദർശനങ്ങളിലൂടെയും സുഗന്ധാഭിഷേകത്തിലൂടെയും എല്ലാം ഈ മകൾക്ക് അറിയിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു, എങ്ങനെയാണ് വരാനുള്ള കാര്യങ്ങൾ. അതുപോലെ പലതായി 7 എന്ന നമ്പർ എപ്പോഴും ഈ മകൾക്ക് കോൺട്രാക്റ്റ് ചെയ്യുമ്പോഴും എല്ലാം നവംബർ 17 എന്ന ഡേറ്റിൽ തന്നെ ഈ മകൾക്ക് അമ്മ കാണിച്ചു കൊടുത്ത എല്ലാ അടയാളങ്ങളോടും കൂടി ലഭിക്കുവാനായി സാധിച്ചുവെന്ന് ഈ മകൾ ഏറ്റുപറയുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ എപ്പോഴും നമ്മോടുകൂടി സഞ്ചരിക്കുന്നതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത്. നാം ഉടമ്പടിയിൽ വിശ്വസ്തയോടുകൂടി മുന്നേറുന്നെങ്കിൽ അപർണ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ എന്നും ഉടമ്പടിയിലായിരിക്കും. ഈശോയ്ക്ക് ആ ഒരു വാക്ക് കേൾക്കാൻ വളരെ സന്തോഷമുള്ള ഒരു അവസ്ഥയാണത്. എന്നോട് ഉടമ്പടി ചെയ്ത ഒരു വ്യക്തി, ഒരു മകൾ, ഒരു മകൻ എപ്പോഴും എന്നോടുകൂടെ ആയിരിക്കുമെന്ന് എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ കയറി എന്ന് പറയുന്നത് ഒരു വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം പാലിക്കുവാനായി ഒരു വലിയ ഒരു സ്റ്റേജ് തന്നെ, ഒരു അൾത്താര തന്നെ ഈ മകൾക്ക് നൽകിയിരിക്കുകയാണ്. ഒരുപാട് മക്കളാണെന്ന്, 25 ലക്ഷത്തിലധികം മക്കളാണെന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ചേർത്ത് പിടിച്ച് ജീവിക്കുന്നത്. നമുക്കും എപ്പോഴും വിശ്വസ്തരായിരിക്കാം. നമ്മുടെ എല്ലാവരുടെയും സങ്കടങ്ങളെയും കണ്ണുനീരിനെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ വിസ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന വളരെയധികം ബുദ്ധിമുട്ടി സാമ്പത്തികമായും സാങ്കേതികമായും ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് അവരുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി അപർണയുടെ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കാം. ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും
തിരുവോസ്തിരൂപനായ ത്രിയേക ദൈവത്തിനും എന്നെ ഇവിടെ ഒരിക്കൽ കൂടി ഈ അൾത്താരയിൽ നിർത്തുവാൻ അനുവദിച്ച ഈശോയ്ക്ക് ഞാൻ കോടാനം കോടി സ്തുതികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ തുടരട്ടെ. എൻ്റെ പേര് സന്തോഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ ഇത് 3-ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 13-ാം തീയതി 1-ാം മാസമാണ്. ഇപ്പോൾ എനിക്ക് ഈ 3-ാമത്തെ സാക്ഷ്യത്തിൽ കിട്ടിയ പരിശുദ്ധ അമ്മയിലൂടെ കിട്ടിയ രോഗസൗഖ്യം, എൻ്റെ ഈ വലത് കൈ 1 വർഷം നല്ല വേദനയും 6 മാസം കഴിഞ്ഞപ്പോൾ കൈ പൊക്കുവാനോ വെയിറ്റുള്ള ഒരു സാധനം എടുക്കുവാനോ പറ്റില്ലായിരുന്നു. ഞാൻ ഒത്തിരി മരുന്ന് കഴിച്ച് ഡോക്ടർമാരെ കണ്ട് അതിലൊന്നും സൗഖ്യം കിട്ടിയില്ല. ഞാനങ്ങനെ ഈ കഴിഞ്ഞ ജപമാല റാലിക്ക് പങ്കെടുക്കുവാനായിട്ട് ഞാനും എൻ്റെ ജീവിത പങ്കാളിയുമായി ഞങ്ങളിവിടെ വന്നു. അപ്പോഴേ വണ്ടിയിൽ സീറ്റിൻ്റെ സൈഡിൽ പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. കൈക്ക് ഭയങ്കര കഴപ്പും ഉളച്ചിലുമായിരുന്നു. ഞാൻ ഇടത് കൈ കൊണ്ടാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചത്. കാരണം ജപമാല ഉയർത്തിപ്പിടിക്കുവാൻ പോലും എൻ്റെ ഈ വലത് കൈക്ക് പറ്റില്ലായിരുന്നു. അത്രമാത്രം ഉളച്ചിലായിരുന്നു എൻ്റെ കൈ. ഞാൻ ഇവിടെ നിന്നും ജപമാല റാലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴും നല്ല വേദനയായിരുന്നു. അത് കഴിഞ്ഞ അന്ന് ഞാൻ കൃപാസന ഉടമ്പടി തൈലം ഇട്ടുകൊണ്ട് ഞാൻ കിടന്നു. രാവിലെ ആയപ്പോൾ പൂർണ്ണമായും പരിശുദ്ധ അമ്മ എനിക്ക് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിച്ചു. ആ വേദന ഇതുവരെയും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. എൻ്റെ 2-ാമത്തെ സാക്ഷ്യം, എൻ്റെ ജീവിത പങ്കാളിയുടെ കാലിൽ എന്തോ ഒരു ചെറിയ മുറിവുണ്ടായി. ഷുഗർ രോഗിയാണ്. ആ മുറിവ് വലിയ വ്രണമായി മാറി. ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ആ മുറിവ് വലുതായിക്കൊണ്ടേയിരുന്നു. ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണമായും സൗഖ്യം പരിശുദ്ധ അമ്മ നൽകി ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ചു. 3-ാമതായിട്ട് എനിക്ക് നൽകിയ അനുഗ്രഹം, എൻ്റെ ഈ നിൽക്കുന്ന മകന് എന്ത് മാംസം കഴിച്ചാലും ചൊറിച്ചിലുണ്ടാകും പുറം മുഴുവനും. ഹോസ്പിറ്റലിൽ കാണിച്ച് ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ കഴിച്ചിട്ടും കുറവില്ലായിരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് ആ ടെസ്റ്റുകളിൽ ഒരു കുഴപ്പവുമില്ല. ഞാൻ ഉടമ്പടി തൈലമിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. ആ നിമിഷം തന്നെ മാറും. വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വരും. അങ്ങനെ ഒരു 2-3 ആഴ്ച അങ്ങനെ തുടരെ ഉണ്ടാവുമായിരുന്നു. പിന്നീട് പൂർണ്ണമായും പരിശുദ്ധ അമ്മ ഉടമ്പടി തൈലത്തിലൂടെയും ഉപ്പിലൂടെയും തേനിലൂടെയും പൂർണ്ണ സൗഖ്യം നൽകി മകനെ അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ ഈ 3-ാമത്തെ സാക്ഷ്യം. 4-ാമതായി എൻ്റെ നടുവിന് വേദനയുണ്ടായിരുന്നു. നടുവേദനയും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ പേരിൽ പൂർണ്ണ സൗഖ്യം നൽകി ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പാവപ്പെട്ട ആളുകളെ എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ്. പൈസ ഇല്ലാതെ നടന്നു പോകുന്ന ആൾക്കാരെ ഞാൻ അവരെ വണ്ടിയിൽ കയറ്റി അവർ പോകേണ്ട സ്ഥലങ്ങളിൽ കൊണ്ടുവിടാറുണ്ട്. പലപ്പോഴും അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, വാഹനം വരുമ്പോൾ രാവിലെ ആയതുകൊണ്ട് അവർ കൈ കാണിക്കാത്തത് അവരുടെ കൈകളിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. പലരും അവരെ ഇറക്കി വിട്ടിട്ടുണ്ട്, കൈനീട്ടം കൊടുക്കാതെ വണ്ടിയിൽ കയറുന്നത് കൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വാഹനം എവിടെ കണ്ടാലും ആര് കണ്ടാലും കൈ കാണിച്ചാൽ ഒരു പൈസയും ഇല്ലാതെ കൈ കാണിച്ച് കയറണമെന്ന് ഞാൻ എൻ്റെ വണ്ടിയിൽ കയറുന്നവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരെ പലപ്പോഴും ഞാൻ അങ്ങനെ കൊണ്ടുവിട്ടിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഈ 3 മാസത്തിനകത്ത് ഏകദേശം 60-65 കെട്ട് പത്രം ഞാൻ വിതരണം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, മലയാളം. എനിക്ക് പത്രം വിതരണത്തിൽ എന്തോ പറയാനാ, ഒരു
വലിയ അഭിഷേകമാണ് പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയത്. ഞാൻ 3 ഉടമ്പടി പുതുക്കുന്നത് വരെയും എനിക്ക് പത്രം കൊടുക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 4ാമത്തെ ഉടമ്പടിയിൽ ഞാൻ പൗലോസ് ലീഗായുടെ തിരുവചനം എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും ആണെന്ന ആ പരിശുദ്ധമായ തിരുവചനം എന്നിൽ നിറവേറണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ വാഹനത്തിൽ കയറുന്ന എല്ലാവർക്കും പത്രം കൊടുക്കുവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷേ എനിക്ക് പത്രം കിട്ടാറില്ല. ഞാൻ ഈ 3 മാസത്തിനകത്ത് ഇവിടെ നിന്നും 22 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കൊണ്ടുപോയി. പിന്നെ ബാക്കി ഞാൻ പോകുന്ന പള്ളികളിലും കുരിശടികളിലും, ഞാൻ ഏത് പള്ളിയിൽ പോയാലും കുരിശടിയിൽ പോയാലും ആദ്യം നോക്കുന്ന പത്രമാണ്. കാരണം ഈ പത്രമെടുത്ത് എൻ്റെ വാഹനത്തിൽ കയറുന്നവർക്ക് കൊടുക്കുവാൻ വേണ്ടി ആണ്. പക്ഷേ ഞാൻ അത് പത്രം കൊടുക്കുന്നതിലും ഒരു ലഹരിയായി മാറിയിരിക്കുകയാണ് ഇപ്പം. എത്രത്തോളം പത്രം കൊടുക്കുവാൻ എന്നെക്കൊണ്ട് കഴിയാതിരുന്നോ അത്രമാത്രം 100 മടങ്ങ് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പത്രവിതരണത്തിനും ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനും എനിക്ക് അതിനെ കഴിവ് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ കോടാനം കോടി സ്തുതി പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് ഞാൻ നേരുന്നു. പിന്നെ ആഴ്ചയിൽ ഞാൻ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ആഴ്ചകളിലും ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കാറുണ്ട്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പോലും ഞാൻ ഉപവസിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോകുമ്പോൾ രോഗികളും മറ്റ് മരുന്ന് കഴിക്കുന്നവരും വാങ്ങുന്ന കൂപ്പൻ വാങ്ങുമ്പോൾ ഞാനും എണീറ്റ് നിന്ന് അവർക്കൊപ്പം കൂപ്പൻ വാങ്ങി ഭക്ഷണം കഴിച്ചിട്ടുള്ളവനാണ്. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചകളിലും എനിക്ക് ഉപവസിക്കുവാൻ കഴിയുന്നുണ്ട്. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വാങ്ങി നൽകിയ ഈ വലിയ കൃപയ്ക്ക് ഞാൻ കോടാനം കോടി സ്തുതി ഈശോയ്ക്ക് നേരുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മകൻ സൈക്കിളിൽ നിന്ന് കഴിഞ്ഞ മാസം വീണ് വലിയ അപകടമായിരുന്നു. പരിശുദ്ധ അമ്മ നിസാര പരിക്കുകളോടുകൂടെ മകനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് അവരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്. അതുകൊണ്ട് മാത്രമാണ് വലിയ അപകടത്തിൽ നിന്ന് പരിശുദ്ധ അമ്മ മകനെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഞാൻ ജീവിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം ജീവിക്കും, മരിച്ചാൽ ക്രിസ്തുവിന് വേണ്ടി മാത്രം മരിക്കണമെന്നുമാണ് എൻ്റെ ആഗ്രഹം. പരിശുദ്ധ അമ്മ അതിനെന്നെ സഹായിക്കട്ടെ എന്ന് അമ്മയോട് ഞാൻ യാചിക്കുന്നു. എനിക്ക് എൻ്റെ കുടുംബത്തിനും നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനം കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ സാക്ഷ്യം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗലാത്യ എൻ്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നതുവരെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു. സന്തോഷ് എന്ന ഈ സഹോദരൻ്റെ മരിയൻ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഭൗതികമായി ജീവിതത്തിൽ ലഭിച്ച നന്മകളെക്കാളുപരി, സൗഖ്യങ്ങളെക്കാളുപരി ക്രിസ്തുവിനെ ജീവിതത്തോട് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ജീവിക്കുവാൻ ഈ നാളുകളിൽ അമ്മ മാതാവും ഈശോയും മകന് നൽകിയ പ്രചോദനങ്ങളെയും ആത്മീയ ബോധ്യങ്ങളെയുമാണ് ശക്തമായി നമ്മളോട് സഹോദരൻ പങ്കുവച്ചത്. അത് ഉടമ്പടി ജീവിതത്തിൻ്റെ ആത്മാവ് മനസ്സിലാക്കി ഉടമ്പടിയിലൂടെ എന്താണോ ലോകത്തിൽ നമ്മൾ കൈമാറേണ്ടത്, ആ കൈമാറേണ്ട കാരുണ്യത്തിൻ്റെ ഹൃദയവും പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ തീഷ്ണതയും ക്രിസ്തുവിനെ സ്വന്തമാക്കിയുള്ള ജീവിതത്തിൻ്റെ തൃപ്തിയുമാണ് സഹോദരൻ്റെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. സഹോദരനെ സ്നേഹിക്കുകയും അവൻ്റെ ഇല്ലായ്മകളിലും കണ്ണീരൊപ്പുന്ന പ്രവൃത്തികളിലും
നിരന്തരം നാം വ്യാപരിക്കുകയും ചെയ്യുമ്പോഴാണ് യേശു 5 അപ്പം വർദ്ധിപ്പിച്ചത്, യേശു കുരുടന് കാഴ്ച കൊടുത്തത്, യേശു മുടന്തനെ സൗഖ്യപ്പെടുത്തിയത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ആത്മധൈര്യവും പ്രത്യാശയും പകരുന്ന ജീവിതമായി മാറിക്കൊണ്ടിരിക്കുക. യേശു എങ്ങനെയാണോ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവനെന്ന തൻ്റെ സുവിശേഷ പ്രഘോഷണം ആരംഭിക്കുകയും ദൈവപിതാവിൻ്റെ ഭവനത്തിലേക്ക് നിരന്തരം ആത്മാക്കളെ ചേർക്കുന്നതിന് വേണ്ടി തൻ്റെ സംസാരത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും മറ്റുള്ളവർക്ക് സാക്ഷ്യം വഹിച്ചത്, അതേ മാതൃക തന്നെയാണ് സഹോദരൻ പറയുക. ഞാനിവിടുന്ന് എനിക്ക് ഏൽപ്പിച്ചു തരുന്ന കൃപാസനം പത്രവും അതോടൊപ്പം എവിടെയെങ്കിലുമൊക്കെ അലക്ഷ്യമായി വിശ്വാസക്കുറവിൽ ആരെങ്കിലും ഉപേക്ഷിച്ചിരിക്കുന്ന കൃപാസനം പത്രങ്ങളും അത് ശേഖരിച്ച് വിശ്വാസത്തോടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനുള്ള മാർഗമായി അത് കൈമാറുവാൻ ഞാൻ നിരന്തരം തീഷ്ണതയുള്ള വ്യക്തിയാണ്, സന്തോഷമുള്ള വ്യക്തിയാണെന്ന്. വീണ്ടും സഹോദരൻ്റെ ഒടുവിൽ പറഞ്ഞു നിർത്തുന്നുണ്ട്, എനിക്ക് ക്രിസ്തു എൻ്റെ ജീവനും എനിക്ക് മരണം നേട്ടവുമാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന ഹൃദയത്തിൽ ഉറച്ച ഒരു ബോധ്യവും തീരുമാനവും ഒരു വ്യക്തിയിൽ രൂപപ്പെടുക എന്നതിൻ്റെ അർത്ഥം കരുണയുള്ളവനാവുക, സ്നേഹമുള്ളവനാവുക, വിശ്വസ്തതയുള്ളവനാവുക, വിശുദ്ധിയോടുകൂടി ജീവിത വിഷയങ്ങളിൽ വ്യാപരിക്കുന്നവരാവുക, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിന് നിരക്കാത്തതൊന്നും തൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവില്ലെന്ന് ലോകത്തോട് പറഞ്ഞ് ജീവിക്കുന്നവരാവുക. അതിൻ്റെ നല്ല മാതൃകയെക്കുറിച്ച്, സാക്ഷ്യത്തെക്കുറിച്ച്, അത് ജീവിക്കുന്നതിനുള്ള സന്തോഷത്തെക്കുറിച്ചാണ് ഈ സഹോദരൻ വാക്കുകളിലൂടെ നമ്മോട് പങ്കുവച്ചത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ബാക്കി ഭൗതികമായ നന്മകൾ അതൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും. എന്നാൽ ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന് ക്രിസ്തു ലഹരിയും ആവേശവുമായി തീരുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമോ അത് ചെയ്യുവാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു മിഷണറിയായി, ഒരു പ്രേക്ഷിതനായി ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനേകർക്ക് അനുഗ്രഹമാകുന്നൊരു ജീവിതം നമ്മുടെ എളിയ ജീവിതത്തിലൂടെ ദൈവം ഉയർത്തുന്നത് കാണാനാവും. അതുകൊണ്ടാണ് സധൈര്യം എല്ലാവരോടും പറയാനാവുക, എൻ്റെ വാഹനം ഏത് വഴി വന്നാലും നിങ്ങളുടെ കരങ്ങളിൽ ഒന്നുമില്ലെങ്കിലും കൈനീട്ടി നിർത്തിക്കൊള്ളുക, ഞാൻ നിങ്ങളെ എത്തേണ്ടടുത്ത് എത്തിച്ചു കൊള്ളാം, പണമില്ലെന്നോർത്ത് പ്രയാസപ്പെടേണ്ടെന്ന്. അതൊരു ക്രിസ്തു മനസ്സ് രൂപപ്പെടുന്നതിൻ്റെ അടയാളമാണ്. നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കേണ്ട ഒരു വിഷയമാണിത്. ഈശോയെ, നീ എന്നിൽ വളരണമേ, ഞാൻ കുറയുകയും നീ വളരുകയും വേണം. ക്രിസ്തു വളരുകയും നമ്മുടെ സ്വാർത്ഥതകൾ, നമ്മുടെ അഹന്തകൾ, നമ്മുടെ താൽപര്യങ്ങൾ, നമ്മുടെ ആസക്തികൾ, നമ്മുടെ ജീവിതത്തിൽ വെട്ടിപ്പിടിക്കുവാനുള്ള നിരന്തരമായ ആഗ്രഹങ്ങൾ അത് കുറച്ചുകൊണ്ട് ക്രിസ്തു വളരുവാൻ വേണ്ടി, അവൻ്റെ കരുണ വളരുവാൻ വേണ്ടി, സ്നേഹം വളരുവാൻ വേണ്ടി, സമർപ്പണം വളരുവാൻ വേണ്ടി നാം ആഗ്രഹിച്ച് ജീവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് കാതലായ വ്യത്യാസമുണ്ടാവും. പഴയൊരു വ്യക്തിയായി നമുക്ക് ഉടമ്പടിയിൽ പിന്നീട് തുടരുവാനാവില്ല. ക്രിസ്തുവിനെ നിരന്തരം കൈമാറുകയും പ്രഘോഷിക്കുകയും ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നൊരു വ്യക്തിയായി മാത്രമേ നമുക്ക് ലോകത്തിൽ ജീവിക്കുവാനാവുകയുള്ളൂ. അതിൻ്റെ ഒരു തുടക്കവും അതിൻ്റെ ഒരു തീഷ്ണതയും അതിൻ്റെ ഒരു ആഗ്രഹവുമാണ് സഹോദരൻ്റെ വാക്കുകളിൽ നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ആത്യന്തിക ലക്ഷ്യം ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്താതെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് സ്വന്തമാക്കുക, ക്രിസ്തു വാഗ്ദാനം ചെയ്ത നിത്യതയിലേക്ക് ഉറച്ച ചുവടുകളോടുകൂടി ഈ ലോകത്തിൽ നമ്മൾ സഞ്ചരിക്കുക. അങ്ങനെ ക്രിസ്തു സ്വന്തമായൊരു ജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ആത്മീയ ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ഈ സാക്ഷ്യം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ എൻ്റെ അപ്പായോടും അമ്മയോടും ഒപ്പം നിന്ന് നന്ദി പറയാനും സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മയും അപ്പായും അനുഗ്രഹിച്ച ഈ ദിവസത്തെ ഓർത്ത് ഞാൻ ഒരുപാട് കോടി നന്ദി എൻ്റെ അപ്പായോടും അമ്മയോടും പറയുന്നു. എൻ്റെ പേര് സുനി, ഞാൻ മാവേലിക്കരയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ജൂലൈ 2025 ജൂലൈ 7-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നൊരു അവസ്ഥയായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള 2-3 ചേച്ചിമാർ മുഖേനയാണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എനിക്ക് കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞതിലൂടെ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ അച്ഛനെ
എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നത്. കാരണം ഞാൻ ഒരുപാട്, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അച്ഛന്മാരില്ല. ഞങ്ങളിപ്പോൾ ഒരപ്പൻ്റെ സ്നേഹവും ഒരമ്മയുടെ സ്നേഹവും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. അതോടൊപ്പം എൻ്റെ ഹസ്ബൻഡിന് കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു ജോലി. കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ആ ഫീൽഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നിടയ്ക്ക് ഒരു അപകടത്തിൽ എൻ്റെ ചേട്ടായുടെ കൈവിരൽ ഒടിഞ്ഞതിന് പ്രകാരം ജോലിക്കൊന്നും പോകാൻ, കട്ടിയുള്ള ജോലിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജോലിക്കൊന്നും പോകാൻ പറ്റാഞ്ഞ് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച്, ഒരുപാട് എടുത്ത് ജോലിക്കൊക്കെ ഞങ്ങൾ ശ്രമിച്ച് 2-3 കടകളിലൊക്കെ പോയി ജോലിക്കൊക്കെ നിന്ന്. പക്ഷേ അവിടെയൊന്നും സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ അവസാനം ഞങ്ങളിങ്ങനെ ഈ കൃപാസനത്തിനെ പറ്റി അറിയുകയും പിന്നെ അങ്ങനെ പക്ഷെ ഒരുപാടടുത്ത് ഞങ്ങൾ പോയി ശ്രമിച്ച്, പക്ഷേ ഒന്നും കിട്ടിയില്ല. ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി അതിൻ്റെ അടുത്ത മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് ജോലി ലഭിച്ച്. എൻ്റെ അമ്മാതാവിൻ്റെയും അപ്പായുടെയും ഗ്രേസിൽ തന്നെയാണ് ആ ജോലി കിട്ടിയെന്ന് ഞങ്ങൾക്ക് 100% ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ജീവിത അവസാന കാലം വരെ ഞങ്ങൾ എൻ്റെ അമ്മമാതാവിൻ്റെ അപ്പായുടെയും ഒപ്പം ഇനി ഈ ഉടമ്പടിയിൽ തന്നെ ജീവിക്കാനാണ് ഞങ്ങളുടെ ആഗ്രഹവും. ഞങ്ങളുടെ ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കാനാണ് ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ചിരിക്കുന്നത്, ഞങ്ങൾ കുടുംബത്തോടൊപ്പം. പിന്നെ എൻ്റെ ഈ മോളുടെ ഒരു രണ്ടാമത്തെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പറയുന്നത്. അത് മോളേക്ക് പനിയായിട്ട് ഞങ്ങൾ മാവേലിക്കര ഹോസ്പിറ്റലിൽ പനിയായിട്ട് കൊണ്ടു ചെന്നപ്പോൾ കിടുങ്ങലുണ്ടായിരുന്നു. സാധാരണ പനി വരുന്ന പോലെ ഒരു കിടുങ്ങലല്ലായിരുന്നു. അപ്പോൾ ആ കാര്യം ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമുക്ക് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് പിന്നെ ബ്ലഡിൻ്റെ അംശം കൂടുതലായിട്ട് കാണിക്കുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞെങ്കിൽ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ലാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ അതിശയം, ഇങ്ങനെ ഒരു കുഞ്ഞിൻ്റെ കിഡ്നിയിൽ 5 കല്ല് വരുന്നത്. ആ കാഷ്വാലിറ്റി കാണിച്ച് 2-3 ഡോക്ടർമാരെ കാണിച്ചപ്പോഴെല്ലാം അവർക്കെല്ലാം അതിശയം. അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലോട്ട് ആദ്യം സർജനെ കാണാൻ പറഞ്ഞ് അവിടെ തന്നെ സർജനെ കണ്ടപ്പോൾ സർജൻ ആദ്യം തന്നെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ ഇവിടെ വന്ന് ഞങ്ങൾ ആദ്യം അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച്, അച്ഛൻ എൻ്റെ കുഞ്ഞിനെ സൈത്ത് പൂശി പ്രാർത്ഥിച്ച് കാശുരൂപം തന്ന് ഞങ്ങൾ അമ്മയോട് എൻ്റെ കുഞ്ഞിൻ്റെ ഞങ്ങളിനി ചെന്ന് ഡോക്ടറെ കണ്ട് സ്കാൻ ഇനി ചെയ്യണമെന്ന് പറയുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കിഡ്നിയിൽ ആ ഒരു കല്ലേ കാണില്ലേ എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ദിവസവും ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം ഞങ്ങൾ തേനും ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എൻ്റെ 2 മക്കൾക്കും ഞാൻ തേനും ഉപ്പും ഞങ്ങളെല്ലാവരും തേൻ ഉപയോഗിക്കും. തേൻ രാവിലെയും കഴിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ഇന്ന ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടാണ്, ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ എൻ്റെ കുഞ്ഞിന് ഞങ്ങൾ കോട്ടയത്ത് പോയി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് നമുക്കൊന്ന് പിന്നെ ആദ്യം മുതലൊന്ന് ടെസ്റ്റ് ചെയ്യാം. യൂറിനെല്ലാം ടെസ്റ്റ് ചെയ്ത് ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് സ്കാനിങ് ചെയ്തോട്ട് 1 ആഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം ചെയ്ത് സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ ചോദിച്ച് ഇതെന്താണ് കുഞ്ഞിന് പറ്റിയെന്ന് സ്കാനിങ്ങിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ അങ്ങനെ ഒരു കാര്യമേ ഇതിനകത്തില്ലല്ലോ, ഡോക്ടർക്ക് തന്നെ അതിശയം. അപ്പം ഞങ്ങൾ കണ്ട ഡോക്ടറും പറഞ്ഞ് കുഞ്ഞിനൊരു കുഴപ്പവും ഇല്ലല്ലോ എന്ന്. അങ്ങനെ എൻ്റെ അമ്മമാതാവ് നല്ല ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന്, ഞങ്ങളുടെ രോഗസൗഖ്യം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്ന് ഞങ്ങളുടെ അമ്മമാതാവും എൻ്റെ അപ്പായെ പോലെ സ്വന്തം അപ്പായെ പോലെ കാരണം ഞങ്ങൾക്ക് ഒരുപാട് എൻ്റെ അമ്മമാതാവ് ഞങ്ങൾക്ക് ഒരുപാട് എനിക്കറിയാം, ഞാൻ ഉടമ്പടിയിലായി ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ഞങ്ങൾ ഒരുപാട് കാര്യത്തിൽ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ ആരുടെ മുന്നിൽ ചെന്ന് ഒന്നും ഞങ്ങൾക്ക് കൈനീട്ടാനുള്ള ഒരിട എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടില്ല ഇതുവരെ. ഈ ഉടമ്പടിയിൽ ജീവിക്കുന്നിടത്തോളം കാലം എനിക്ക് തരില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എൻ്റെ മാതാവ് ഒരുപാട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിൽ ഉള്ള ഒരുപാട് പിന്നെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത അന്ന് മുതൽ ആ പത്രം ഞാൻ ഉടമ്പടി എടുത്ത അന്ന് തന്നെ ഞാൻ ആശുപത്രിയിൽ കയറി എല്ലാവർക്കും കൊടുത്ത്, പിന്നെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഞാൻ എല്ലാ മാവേലിക്കരയിലും ഹരിപ്പാട്ടും എല്ലാ ഹോസ്പിറ്റലുകളിലും പിന്നെ ഞാൻ മേടിക്കുമ്പോൾ വേറെ കൊടുക്കാത്തടത്തൊക്കെ ഞാൻ ഓട്ടോ ചേട്ടന്മാർക്കും അല്ലാത്ത എല്ലാവർക്കും പിന്നെ വീടിനടുത്തുള്ള ഓരോ പ്രാവശ്യം വീടിനടുത്തുള്ള ഞാൻ ജൂലൈ 2025 5-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഇവിടെ വരും. എൻ്റെ അമ്മയെ കാണുമെന്ന് ആഗ്രഹം തോന്നുമ്പോഴെല്ലാം അപ്പോൾ എല്ലാവരും എന്നോട് പറയും, നീ വീട്ടിൽ എൻ്റെ മകൾ തന്നെ പറയും എന്നോട്, അമ്മയ്ക്ക് എന്താണ് അമ്മ ഇങ്ങനെ പ്രാർത്ഥന, അമ്മ ഇങ്ങനെ എന്തിനാ ഇങ്ങനെ ഓവറായിട്ട്
നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എനിക്കറിയില്ല, ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം എനിക്കറിയില്ല. ഞാൻ പിന്നെ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് പ്രാർത്ഥനയിൽ മുഴുകാൻ കഴിയുന്നുണ്ട്. കാരണം സന്ധ്യാപ്രാർത്ഥനയില്ല, ഞങ്ങളിപ്പോൾ കുടുംബത്തോടെ ഇരുന്നാണ് ഞങ്ങളിപ്പോൾ യേശുവപ്പായും പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. കൊന്ത ചെല്ലുമ്പോൾ ഞാൻ കൊന്ത ചെല്ലുന്നത്, ദൈവരഹസ്യം ചെല്ലുന്നത് എൻ്റെ ജോസഫച്ചന് വേണ്ടിയിട്ടാണ്. കാരണം ഒരുപാട് മനുഷ്യർക്ക് വേണ്ടിയിട്ട്, ഒരുപാട് ജീവന് വേണ്ടിയിട്ട് എൻ്റെ ജോസഫച്ചൻ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും സൈത്യയിൽ പ്രാർത്ഥിക്കുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഞാൻ ഇനി എന്നും അതുപോലെ ഒരുപാട് എൻ്റെ ജോസഫച്ചന് എൻ്റെ രോഗസൗഖ്യം കൊടുക്കണേ, കൃപകൾ നൽകണേ. ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വേറെ ആർക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരുപാട് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി, എല്ലാ മേഖലകൾക്കും വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാം ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ ആശുപത്രികളിൽ പോയി പൊതിച്ചോറ് കൊടുക്കും. പിന്നെ രോഗികൾക്ക് എന്നെക്കൊണ്ട് സഹായം, എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ ജോലി കിട്ടിയ ആ ശമ്പളത്തിൽ നിന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെയൊക്കെ ഞാൻ അവരെ സഹായിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാറില്ല, ഞാനാണ് പൈസ ഞാൻ കൈകാര്യം ചെയ്യുന്നത്. എൻ്റെ ഹസ്ബൻഡ് അതിനെപ്പറ്റി ചോദിക്കുക പോലും ചെയ്യത്തില്ല. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഒരു ക്യാൻസർ ബാധിച്ച ഒരു അമ്മയ്ക്ക് ഞാൻ ഓണത്തിന് ഞങ്ങൾക്ക് തുണിയെടുത്തപ്പോൾ ആ അമ്മയ്ക്ക് ഞാൻ ഡ്രസ്സ് മേടിച്ച് കൊടുത്ത്, പിന്നെ എന്നെക്കൊണ്ട് മാസം കഴിയുമ്പോൾ ആ ചേട്ടയുടെ ശമ്പളം കിട്ടുമ്പോൾ ഞാൻ അതിനകത്തുനിന്ന് ഒരു ഓഹരി അമ്മയ്ക്ക് ഒരു ചെറിയ ഓഹരി കൊടുക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് അമ്മയ്ക്ക് ആരുമില്ല കൊണ്ട് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ മോടെ 3ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ആ ബർത്ത്ഡേക്ക് ഞങ്ങൾ ആഘോഷങ്ങൾ കുറച്ചിട്ട് പിന്നെ ഹരിപ്പാട് ആശുപത്രിയിലെ രോഗികൾക്ക് ഞങ്ങൾ അവിടെ ചെന്ന് പറഞ്ഞിട്ട്, പിന്നെ അവിടെ ഫുഡൊന്നും അകത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് രീതിയിൽ കുറച്ച് സോപ്പും വലിയ ഡ്രസ്സുകളൊന്നും അങ്ങനെ വാങ്ങിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു തോർത്തും സോപ്പും മേടിച്ച് ഞങ്ങളെല്ലാ രോഗികൾക്കും കൊടുത്ത്, പിന്നെ അങ്ങനെ ഒരുപാട് പിന്നെ ഞാൻ എല്ലാ മാസവും എൻ്റെ ചേട്ടയുടെ പിന്നെ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളത്തിൽ നിന്നുള്ള പൈസയ്ക്ക് ഒരു ഓഹരി എടുത്ത് ഞാൻ പിന്നെ ഫുഡുണ്ടാക്കി ഞാൻ ഹോസ്പിറ്റലിൽ ഞാൻ രോഗികൾക്ക് വെളിയിൽ കൊണ്ട് കൊടുക്കും. ഞാൻ അമ്മയുടെ അപ്പായുടെ എല്ലാ മഹത്വത്തെ അവിടെ അറിയാത്തവരെ അറിയിക്കുകയും അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ എല്ലാവരോടും എൻ്റെ അപ്പായുടെ അമ്മയുടെയും കാര്യം ഞാൻ എൻ്റെ സ്വന്തം അപ്പായും അമ്മയും പോലെയാണ് എൻ്റെ യേശുവപ്പായെ എൻ്റെ അമ്മയും കാണുന്നത്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ യേശുവപ്പായും അമ്മയോടും എനിക്ക് നന്ദി തീരത്തില്ല. അതുപോലെ ജോസഫച്ചനോട് ഇവിടെയുള്ള എല്ലാ സ്ഥാപനങ്ങളോടും എനിക്ക് ഒരുപാട് തീർത്താത്ത നന്ദിയുണ്ട്. പിന്നെ എനിക്ക് വേണ്ട ഒരു രോഗസൗഖ്യം, ഞാൻ പിന്നെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പേ എനിക്ക് തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയും ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. 2-3 മാസം എനിക്ക് വെള്ളം കഴിക്കാൻ പറ്റത്തില്ല. തൊണ്ടവേദന കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനത് എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറഞ്ഞിട്ടില്ല. ഭയങ്കര അസ്വസ്ഥത. ഞാൻ ഉപ്പുവെള്ളം, ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. ഉപ്പുവെള്ളം ഞാൻ വെള്ളത്തിൽ ഒഴിച്ച് വാവുള്ളും കുടിക്കുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും. അങ്ങനെ പക്ഷേ അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തന്നെ ഞാൻ വന്ന് എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് എൻ്റെ അമ്മയുടെ ഈ അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാനും എൻ്റെ കുഞ്ഞ് തന്നെ ഇത്രയും ദൂരെ എൻ്റെ കുഞ്ഞ് നടന്ന് വന്ന് കുറച്ചൊക്കെ ഞാൻ എടുത്തുള്ളൂ. പക്ഷേ എനിക്കത് ഞാൻ നടന്ന് ഞാൻ ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഈശോപ്പയുടെ അമ്മയുടെ നന്ദി പറഞ്ഞാണ് ഞാൻ പിന്നെ നടക്കുന്നത് തന്നെ. കാരണം എനിക്ക് അത്രയ്ക്കും എൻ്റെ കുഞ്ഞിങ്ങനെ നടക്കുന്നതിൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഇത്രയും പ്രായമുള്ള ഒരു കുഞ്ഞിങ്ങനെ നടക്കുക എന്ന് വെച്ചാൽ അത് ഒരിക്കലും ആർക്കും മനസ്സിലാവത്തില്ല ആ ഒരു കാര്യം. അങ്ങനെ ആ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാനും കഴിഞ്ഞു. പിന്നെ എൻ്റെ ആ ഒരു രോഗസൗഖ്യം എനിക്ക് അതിലൂടെ മാറി. പിന്നെ ഞാൻ ഡെയിലി ബ്രെഡ് കൂടും, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കൂടും. പിന്നെ എല്ലാ ആഴ്ചയിലും പിന്നെ ചൊവ്വാഴ്ച ദാന ആരാധനയിൽ പങ്കെടുക്കും. പിന്നെ എല്ലാ രാവിലെയും വൈകിട്ടും ഒക്കെ ഞാൻ എപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് പോകുമ്പോൾ വചനങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ഉടമ്പടി ധ്യാനം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ അടുക്കളയിലും എവിടെ ആയാലും തുണി കഴുകാൻ പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ കൊണ്ടു നടന്ന് പിന്നെ ഫോൺ ഓണാക്കി വെച്ച് ഞാൻ പിന്നെ ധ്യാനവും സാക്ഷിയും ഒക്കെ ഞാൻ എപ്പോഴും അതാണ്. ഞാനിപ്പോൾ TV-കളൊക്കെ സീരിയൽ കാണുന്ന ഞാനിപ്പോൾ അതൊന്നും കാണാറില്ല. പിന്നെ അങ്ങനെ ഒരു കാര്യം ഞങ്ങളിപ്പോൾ കുടുംബത്തിൽ സീരിയലേ കാണുന്നില്ല. ഞങ്ങൾ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന ആ സീരിയൽ ഞങ്ങൾ കാണുന്നതേ ഇല്ല. ഒരു കാര്യവും ഇല്ല. ഞങ്ങളിപ്പോൾ എപ്പോഴും എനിക്ക് സാക്ഷ്യം കേൾക്കണം, ധ്യാനം കൂടണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ ഈ അൾത്താരയിൽ എന്നെ നിർത്തി എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം എൻ്റെ അപ്പായും അമ്മായും തരണമേ. ഞങ്ങളുടെ കൂടെ എന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി എൻ്റെ അപ്പായും അമ്മയും കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ 1000 1 കോടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും ഈ
ഉടമ്പടിയിൽ തന്നെ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ഭയപ്പെടേണ്ട. യേശയ്യ 43 വചനത്താൽ ഞാൻ പറയുന്നു, എൻ്റെ കർത്താവ് പറയുന്നു, ഭയപ്പെടേണ്ട, നിന്നോട് കൂടെയുണ്ട് ഞാൻ. അതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുക. ദൈവം എപ്പോഴാണ് നിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ നടയിൽ നീ താഴ്മയോടെ നീ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം അതിൻ്റെ സമയത്ത് നിന്നെ അനുഗ്രഹിക്കുമെന്നാണ് വചനത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നന്ദി, 1000 നന്ദി എൻ്റെ യേശോപ്പയ്ക്കും എൻ്റെ അമ്മയ്ക്കും എൻ്റെ ജോസഫച്ചനും. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. സങ്കീർത്തനം 32 7 വചനം. ദൈവം ഒരഭയസ്ഥാനമാണ്, നമ്മുടെ രക്ഷയാണ്. ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും നമ്മളെ വലയം ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ ഓടിച്ചേർന്നവർക്ക് സുരക്ഷയും സമാധാനവും ലഭിക്കുന്നു. ദൈവം നമ്മുടെ രക്ഷകനാണ്. ഈ ആലയത്തിൽ വന്ന് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മയുടെ സന്നിധിയിൽ വന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ പുത്രൻ്റെ ഹൃദയത്തിലേക്ക് കൈപിടിച്ച് നയിക്കുന്ന ഒരമ്മയാണ് ഇവിടെയെന്ന് നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അമ്മ മാതാവ് നമ്മെ ആ സുരക്ഷയിലേക്കാണ് നയിക്കുന്നതെന്ന്, ആ സ്നേഹമുള്ള മാതാവ്, ആ സ്നേഹമുള്ള അമ്മയാണ് നമ്മുടെ കൂടെ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും പുതിയ അനുഭവങ്ങളും പുതിയ വിശ്വാസ രീതികളും പുത്തൻ വഴികളും തുറന്നു തരുന്നത്. ഹൃദയത്തിലെ അഭയത്തിലേക്ക് ഈശോയുടെ ഹൃദയത്തിലേക്കാണ് അമ്മ നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വലിയൊരു സാക്ഷ്യമാണ് സുനി ബി എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഈ മകൾ പറഞ്ഞതുപോലെ നമ്മുടെ ഉടമ്പടി ജീവിതം നയിച്ച് 3-4 വർഷത്തോളം ഹസ്ബൻഡിന് ജോലിയില്ലായിരുന്നു. വളരെ പ്രയാസപ്പെട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒത്തിരി തരണം ചെയ്യേണ്ടി വന്നു. അങ്ങനെ പ്രയാസത്തിലിരിക്കുമ്പോഴാണ് കൃപാസനം അമ്മയെപ്പറ്റി കേൾക്കുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തത്. ഉടമ്പടി എടുത്ത ഉടനെ പെട്ടെന്ന് ഒരു നല്ലൊരു ജോലി കിട്ടുകയും പിന്നീട് ഇവർക്കുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി ഒരു നല്ലൊരു ജീവിതം നയിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്നാണ് പറഞ്ഞത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മയോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ അഭയസങ്കേതമാകുന്ന ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നേടിത്തരുന്നതായിട്ടാണ് ഓരോ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകൾ പറഞ്ഞതുപോലെ ഈ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ 5 കല്ലുകളായിരുന്നു കിഡ്നിയിൽ. വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരു ഹോസ്പിറ്റലിൽ ഫൗണ്ട് ഔട്ട് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ വേറെ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. ഇവർ മനസ്സുരുകി കണ്ണീരോടെ പ്രാർത്ഥിച്ചു, ദൈവമേ ഒന്നും കാണരുതേ എന്ന്. ഈശോയാവുന്ന അഭയസങ്കേതത്തിലാണ് ഇവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചത്. ഈശോയ്ക്ക് മാത്രം രക്ഷിക്കാമെന്നവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അമ്മ ഇവരെ കൈകളിൽ സംരക്ഷിക്കുമെന്നും ഇവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടു കൂടിയാണ് അവർ പിന്നീട് അടുത്ത റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ആ കിഡ്നിയിലെ കല്ല് കാണുവാനില്ല. ഇത് വലിയൊരു രോഗസൗഖ്യമായിട്ടാണ് ഇവർക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ കരഞ്ഞപേക്ഷിക്കുന്ന ഒന്നും ഈശോ വെറുതെ കളയാറില്ല. നമ്മുടെ കൂടെ നിന്ന് നമ്മളെ തൊട്ട് സുഖപ്പെടുത്തുന്ന ഒരു ഈശോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. ഇവരുടെ പ്രാർത്ഥന കേട്ടു, ഇവർക്ക് രോഗസൗഖ്യം നൽകി. ഇതുപോലെ തന്നെ ഈ മകൾ അഖണ്ഡ ജപമാല റാലിക്ക് വന്നപ്പോൾ നല്ലൊരു തൊണ്ടവേദന ഉണ്ടായിരുന്നു. ആ വേദനയുമായിട്ടാണ് ഈ മകൾ അഖണ്ഡ ജപമാല റാലിക്ക് വന്നത്. വേദനയോടെ പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചെയ്തു കൊടുത്തു. അതുകൊണ്ട് തന്നെയാണ് ആ സ്നേഹത്തോടുള്ള ഈശോയുടെ അമ്മയുള്ള സ്നേഹത്തെ പ്രതി ഈ മകൾ ആ തൊണ്ടവേദനയും വെച്ചുകൊണ്ടാണ് അഖണ്ഡ ജപമാല റാലിക്ക് വന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉടമ്പടി ഉപ്പുമാണ് ഉപയോഗിച്ചിരുന്നത്. അഖണ്ഡ ജപമാലയ്ക്ക് ശേഷം മോൾ തിരിച്ചു വന്നപ്പോഴാണ് തൊണ്ടവേദന പൂർണ്ണമായിട്ടും ആ രോഗസൗഖ്യം ലഭിച്ചു ഈശോയും അമ്മയും ഇവരെ കനിഞ്ഞനുഗ്രഹിച്ചത്. പിന്നീട് ഇവർ പറയുകയുണ്ടായി, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഇവർ ഒരു ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് പോയപ്പോൾ അടുത്ത റിപ്പോർട്ടിന് വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പാണ് അവരിവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ ആലയത്തിൽ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ പ്രാർത്ഥന കൂടിയത്. അച്ഛനാണ് സൈറ്റ് കൊടുത്തത്. അടുത്ത റിപ്പോർട്ടിന് 5 കല്ലുണ്ടെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് കോട്ടയത്തിലേക്ക് റെഫർ ചെയ്തപ്പോഴാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചത്. സൈറ്റ് പൂശി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്.
40 വർഷത്തെ പൗരോഹിത്യ ജീവിതവും വിശ്വാസ ജീവിതവും ത്യാഗപൂർണമായ പ്രാർത്ഥനയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷയും മൂലമാണ് ഈ മകൾ ഇന്ന് രോഗസൗഖ്യപ്പെട്ട് പരിശുദ്ധ അമ്മയെ നേരിട്ട് കണ്ട ജോസഫ് അച്ഛനാണ്. ആ അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെയാണ് ഈ മക്കൾ ഇന്നിവിടെ രോഗസൗഖ്യം പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കിട്ടി ഇവിടെ വന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനായിട്ട് വന്ന് നിൽക്കുന്നത്. ഈ മകൾ പറഞ്ഞു, ഞാൻ എന്നും അച്ഛനെ ഓർക്കാറുണ്ട്, കൊന്ത ചെല്ലുമ്പോൾ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും കാണുന്നുണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അച്ഛൻ ഇവിടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അച്ഛൻ മാതാവിനെ കണ്ട വ്യക്തിയാണ്. ആ അനുഗ്രഹമാണ് നമ്മളോട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും അച്ഛന് വേണ്ടി ദൈവത്തിന് നന്ദി പറയുകയും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നീട് ഒരു കാര്യം ഈ മകൾ പറഞ്ഞത്, ബർത്ത്ഡേ ആഘോഷങ്ങൾ കുറച്ചിട്ട് അത് മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിച്ചു എന്നാണ്. ഇതും ഒരു കാരുണ്യ പ്രവൃത്തിയാണ്. നമ്മുടെ പല ആഘോഷങ്ങളും വെട്ടിക്കുറച്ച് ആ വരുന്ന ക്യാഷ് എമൗണ്ട് മറ്റുള്ളവർ പാവങ്ങളെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമാണ് ഈ മകൾ ശ്രമിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈശോയിലും അമ്മയിലും ഈശോയും അമ്മയും നമ്മുടെ അഭയകേന്ദ്രമായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിലും ഈശോ വലിയ വലിയ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞു നൽകുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയവേദനകളെല്ലാം ആരും കാണാത്ത, ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് ഈശോയുടെ അമ്മയോട് നമുക്കും പ്രാർത്ഥിക്കാം. ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. നമ്മുടെ തകർന്ന ഹൃദയങ്ങളുമായി ദൈവത്തിൻ്റെ കരുണയ്ക്കായി യാചിക്കാം. ഈശോയും അമ്മയോട് ചേർന്ന് നിന്ന് നമ്മെ പുനഃസ്ഥാപിച്ച് സൗഖ്യം നൽകട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. സുനിക്കും കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് നീതു, എൻ്റെ ഹസ്ബൻഡ് എബി, എൻ്റെ മക്കൾ ഈദൻ ആൻഡ് ഡാനിയൽ. ഡാനിയലിന് കിട്ടിയ രോഗസൗഖ്യമാണ് ഞങ്ങളിന്ന് സാക്ഷ്യമായോടെ പറയുന്നത്. എൻ്റെ ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി കാരണം ഇവനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഞാൻ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇവൻ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. മൂത്ത ആളും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെതിരായിട്ടൊരു ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് നോർമലി എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ലഭിക്കുന്നതാണ്. എനിക്കും അതുപോലെ തന്നെ ഞാൻ നേഴ്സ് ആയത് കാരണം 2 പ്രാവശ്യം എനിക്കത് കിട്ടിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. 28th വീക്കിലും ഡെലിവറി കഴിഞ്ഞും എനിക്ക് ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ ലഭിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൻറ്റി-ഡി ലെവൽ എൻ്റെ ബ്ലഡിൽ കൂടുതലാണ്. സാധാരണ ഒരാൾക്കുണ്ടാവുന്നതിനേക്കാൾ കൂടിയ ലെവലാണ് എൻ്റെ ബോഡിയിൽ. അതായത് എൻ്റെ ബോഡി ഇനിയൊരു പോസിറ്റീവ് ബ്ലഡുള്ളൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം അവനെതിരായിട്ട് ഉള്ള ഒരു ആൻറ്റിബോഡീസ് എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അവന് ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അങ്ങനെ ഞങ്ങൾ ബൈബിൾ വായന തുടർന്നു. അതിനുശേഷം പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ വന്നത് കാരണം. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പം ആ ഡെലിവറിയിൽ ഞാൻ എടുത്ത ഇഞ്ചക്ഷൻസ് ഒന്നും എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ ഓരോ ആൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ലെവൽ എത്രയാണെന്ന് ആദ്യമേ നോക്കി അതനുസരിച്ചുള്ള ഇഞ്ചക്ഷനാണ്. ഓരോരുത്തർക്കും ഡോസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡോസോ എൻ്റെ ബ്ലഡ് ലെവൽ ഇതിനു മുമ്പ് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഇഞ്ചക്ഷൻ എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്.
അങ്ങനെ ആൻറ്റി ലെവൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ സ്റ്റേബിളായിട്ട് നിന്നു, വലിയ കുഴപ്പങ്ങളില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ്, കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ, ഹെഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നവർ. അങ്ങനെ എൻഡ് ഓഫ് ദി ട്രൈമസ്റ്റർ 3rd ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റിയുടെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ കൂടി വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇവനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ബിൽറുബിൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിൽറുബിൻ ലെവൽ കൂടിക്കഴിഞ്ഞത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ പല ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്കിൽ പോലും ഇത് ഭയങ്കരമായൊരു സിറ്റുവേഷനാണ്. ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, എൻ്റെ വീട്ടിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെ ചേച്ചിയൊക്കെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. എന്നിട്ടും എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരിയധികം സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇവനുണ്ടായി. ഇവനെ 35ാമത്തെ ആഴ്ചയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 35ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്ത് ഇവനെ പുറത്തെടുത്തു. അവൻ NICUയിലോട്ടാണ് ഡയറക്റ്റ് പോയത്. NICU ചെന്ന് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കാണുമ്പോൾ അവന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ബിൽറുബിൻ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ഓൾമോസ്റ്റ് ഹോൾ ബ്ലഡ് എടുത്ത് പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വലിയ കോംപ്ലിക്കേഷനുള്ള പ്രൊസീജിയറൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അതിന് പെർമിഷൻ കൊടുത്തു. ഞാനാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് വാർഡിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എൻഡ് ആവാനായപ്പോഴത്തേക്കും ഇവൻ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ബ്ലഡ് വാല്യൂസൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സിനും അവിടുത്തെ നേഴ്സുമാർക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. കാരണം അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് പോലും ഒരു കുഞ്ഞിന് ഇതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇവൻ എന്തുകൊണ്ട് പകുതി മുക്കാൽ വരെ നോർമലി പോയിട്ടും എൻഡ് ഓഫ് ദാറ്റിലേക്ക് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. അവരുടെ പറച്ചിലനുസരിച്ച് കുഞ്ഞിന് മൾട്ടി ഓർഗൻ ഫെയിലറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ഒന്നും ഇവൻ ഒരു പ്രശ്നവുമില്ല. ഇവൻ്റെ ബ്ലഡ് വാല്യൂസ് നോർമലാണ്, കിഡ്നി ലിവർ എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷം ഇവൻ്റെ കിഡ്നി അഫക്റ്റഡ് ആയി, ഇവൻ്റെ ലിവർ അഫക്റ്റഡ് ആയി, ഇവൻ്റെ ക്ലോട്ടിൻ ഫാക്ടേഴ്സ് അഫക്റ്റഡ് ആയി, എല്ലാം അഫക്റ്റഡ് ആയി. ഇവൻ ഒരു കംപ്ലീറ്റ്ലി മൾട്ടി ഓർഗൻ ഫെയിലറായ ഒരു കുഞ്ഞായി മാറി. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ 5-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. 6-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ മെൻ്റൽ പെയിനും എൻ്റെ സിസേറിയൻ കഴിഞ്ഞ ഫിസിക്കൽ പെയിനും ഒട്ടും എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്കത് അത്രയും വിശദീകരിക്കാൻ പോലും കഴിയില്ല. അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആശ്വാസത്തിനായി ആരുമില്ലായിരുന്നു. എനിക്ക് കരഞ്ഞ് നിലവിളിച്ച് എല്ലാ ദിവസവും ആരോടൊന്ന് പറയും എൻ്റെ വിഷമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരൻ സഹോദരങ്ങളുടെ ഇടയ്ക്ക് ആരാണ് എനിക്ക് ആശ്വാസം തരിക എന്നിങ്ങനെ തിരഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവമല്ലാതെ ഈശോ അല്ലാതെ നമുക്ക് ഒരാളില്ല ആശ്വാസത്തിന്. നമുക്ക് ആശ്വാസം തരാനായിട്ട് ഈശോയോട് പറഞ്ഞെങ്കിലേ നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാതാവിനോടും ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ ഞങ്ങൾക്ക് കിട്ടണം. അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ അവരുടെ വാല്യൂ അനുസരിച്ച് 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അവരുടെ വാല്യൂ മാക്സിമം 30 അതിൽ കവിഞ്ഞത് 400 2.8 കിലോ ആയിരുന്നു അവൻ ഉണ്ടായപ്പം. അവൻ്റെ ബോഡി അത് കാരണം കിഡ്നി ഫെയിലർ ആയതുകൊണ്ട് മൂത്രം ഒഴിക്കാതെ അവൻ്റെ ബ്ലഡ് ഫ്ലൂയിഡ് ഓവർലോഡായി അവൻ 5 കിലോ വരെ അത്രയ്ക്കും വീർത്തവൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു അവൻ്റെ ബോഡി തന്നെ നോർമൽ ആവട്ടെ, കിഡ്നി ഫങ്ഷൻ ആവുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനുണ്ട്. അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു നമുക്കിവന് മാമോദീസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടു മാമോദീസ എന്ന് പറഞ്ഞ് ആശുപത്രി വന്ന് അച്ഛൻ മാമോദീസ കൊടുത്തു. ആ മാമോദീസയ്ക്ക് ശേഷം അവൻ പതുക്കെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വൈകുന്നേരം മുതൽ അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവർ പറയുന്ന ആ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയില്ലായിരുന്നു.
അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഇൻറ്റുബേറ്റ് ചെയ്തു കുഞ്ഞിനെ. വയറുകളില്ലാത്ത സ്ഥലമില്ലായിരുന്നു, അവൻ്റെ ബോഡി മൊത്തം വയറുകളായിരുന്നു. അങ്ങനെ ഇരുന്നു. അവനെ അവർ ആദ്യം 5 ലൈറ്റുകൾ, ബിൽറുബിൻ കൂടുതലായ കാരണം 5 ബ്ലൂ ലൈറ്റ്സിൻ്റെ അണ്ടറിലായിരുന്നു അവനെ വെച്ചിരുന്നത്. അത്രയും. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് ഉണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നി മാതാവ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഈശോയെ മാതാവ് ഇരുട്ടത്തിരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നി. 5 ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം ഞങ്ങൾ ചെന്ന് അന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ബിൽറുബിൻ്റെ ലെവൽ നോർമലായിരുന്നു. പിന്നെ അവർക്കത് അതൊന്നും ഓണാക്കേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ എങ്കിലും ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ നിന്നു. ഫൈനലി അവർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ, മെൽബണിലെ വലിയൊരു ആശുപത്രിയാണ്, ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അവർ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡയാലിസിസ് ചെയ്ത് പരിചയം അവർക്കില്ല. പക്ഷേ എങ്കിലും ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. പെരിറ്റോണൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, വയറിലാണ് അവർ ചെയ്യുന്നത്. അന്നേരം അവർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒറ്റ ബ്രേക്കിൽ തന്നെ അവർക്ക് ഡയാലിസിസ് ട്യൂബ് ഇടുന്നതിനും എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയോളം അത് ട്യൂബ് അവൻ്റെ വയറ്റിലുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു കോംപ്ലിക്കേഷനോ ഒരു ഇൻഫെക്ഷനോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവും ഈശോയും അവനെ കാത്തു. അവനൊരു കുഴപ്പവും ഇല്ലാതെ അവൻ ആ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ ലെവൽസൊക്കെ കുറഞ്ഞു വന്നു. ഫ്ലൂയിഡ് ഓവർലോഡ്, അതിൻ്റെ ഫ്ലൂയിഡുകളൊക്കെ പോയി തുടങ്ങി. അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ അവൻ്റെ ലെവൽസൊക്കെ നോർമലായി. അന്നേരമൊക്കെ എനിക്ക് ഈശോയോട് ഓരോ ലെവലിലെത്തുമ്പോൾ ക്രിയാറ്റിൻ ഇങ്ങനെ കുറഞ്ഞ് 150 അങ്ങനെയൊക്കെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതവിടെ ചിലപ്പോൾ സ്റ്റേബിൾ ആകുമായിരിക്കും, അത് ഇനി കുറയാൻ ചാൻസ് ഇല്ല, അതവിടെ സ്റ്റേബിൾ ആകും, കാരണം കുറച്ച് എന്തായാലും അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്. ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ധനും കുരുടനും എല്ലാം ഈശോ കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം കൊടുത്തു. ആർക്കും ഈശോ ഒരു ചെവി കേൾക്കട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണട്ടെ എന്നല്ല ഈശോ പറഞ്ഞത്, അവർക്ക് 2 പൂർണ്ണമായ സൗഖ്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുവഴി എൻ്റെ കുഞ്ഞിപ്പോൾ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ മാറി അവൻ്റെ എല്ലാ ഓർഗൻസും നോർമലാണിപ്പോൾ. അവൻ്റെ കിഡ്നി ഫങ്ഷനും നോർമലാണിപ്പോൾ. അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ മാറി. ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ നോർമലാക്കി. ഒരു നോർമൽ കുഞ്ഞിനെ പോലെ അവൻ കളിച്ച് ചിരിച്ച് എല്ലാ ഇടപഴകി നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രം ഞങ്ങളുടെ അനിയനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പിച്ച് അയച്ച് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തത്. അന്നേരം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ പത്രം വാങ്ങിച്ച് എല്ലാ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം അവരോട് ഇത് എങ്ങനെ പറയും, കൃപാസനത്തെപ്പറ്റി എന്താണ് അവരോട് പറയുക, കാരണം അവരിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട് ഇത് എന്ത് പറയും എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കരുതി ആശുപത്രിയിൽ തന്നെ ഇത് കൊടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പല ആളുകളെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്തു. അവരിൽ പലരും ഇതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ പിന്നെ ഞാൻ കരുതി ചില ആളുകൾക്കൊക്കെ വേണ്ടാന്ന് പറയും, അവർ നിരസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരൊക്കെ വെറുതെ കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതി പള്ളിയിൽ കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി പള്ളിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. അവിടെ എല്ലാവർക്കും നല്ലൊരു സ്വീകരണമായിരുന്നു. അവരെല്ലാവരും പത്രം വാങ്ങിക്കുകയും ഇതിനെപ്പറ്റി കേൾക്കുകയും ഇതെവിടെയാണെന്ന് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പം ഞങ്ങൾക്ക് ഓരോ ഡോക്ടേഴ്സും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ അവസ്ഥയെപ്പറ്റി പറയും. ഇവൻ അങ്ങനെയാണ്, ഇവൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ഇത്രയൊക്കെ ആവുള്ളൂ, ഇപ്പം കിഡ്നിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് പോലെ ഉണ്ട്, അത് അങ്ങനെയൊക്കെ പറയും, സ്കാനിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നത്തെ ഒരു സ്കാൻ ചെയ്തപ്പം ഈ സിസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണുന്ന പോലും ഇല്ല എന്നവർ പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ല ഇപ്പം എന്നവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഈ കിഡ്നി എന്തുമാത്രം ബെറ്റർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതങ്ങനെ നിൽക്കും, സ്റ്റേബിളായി നിൽക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സുന്ദരിയായ ഒരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറായിരുന്നു. ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ നൽകി ആ ഡോക്ടർ. ഒരു ഡോക്ടേഴ്സും അവിടെ ഒരു പ്രതീക്ഷ നൽകത്തില്ല, കാരണം അവരെല്ലാം ഇങ്ങനെ പറയത്തേ ഉള്ളൂ, ഇതൊക്കെ സംഭവിക്കാം,
ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നേ അവിടെയുള്ളവർ പറയുള്ളൂ. എന്നാലും നമുക്ക് ബെറ്റർ ആകും എന്നവർ പറയില്ല. അപ്പോൾ ഈ ഡോക്ടർ വന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇത് ബെറ്റർ ആവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു 90 to 90% വരെ അവൻ ബെറ്റർ ആവും, 5% നമുക്ക് വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. ആ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ സാധാരണ കാണുന്ന ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടറോട് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 95% വരെയൊക്കെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഈ ഡോക്ടർ പറയുകയാണ് ഞങ്ങളടുത്ത്, അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല, ഒരിക്കലും 95% 1% കണക്ക് ഞങ്ങൾക്ക് പറയാനേ കഴിയില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങളടുത്ത് ഓൾറെഡി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാതാവായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എല്ലാ മാസവും ഇവന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ലേഡി ഡോക്ടറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ മറ്റേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ വന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് അവർക്കറിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ ഞങ്ങൾക്കവിടെ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ പോലും ഞാനിങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു പത്രം കൊടുക്കും, കാണുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നപ്പം ഒരു വീൽ ചെയറിൽ ഒരു ലേഡിയെ ഉന്തിക്കൊണ്ട്, അവർ പ്രഗ്നൻ്റ് ആണ്, ആ പ്രഗ്നൻ്റ് ആയ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇംഗ്ലീഷുകാരനായ പോലെ ആണ് അയാൾ. പക്ഷെ ഒരു പാവമായ ഒരാൾ എനിക്ക് യേശു പിതാവിനെ പോലെ തോന്നിയ അയാളെ കണ്ടപ്പം. അങ്ങനെ ഒരു വീൽ ചെയറിൽ ഈ പ്രഗ്നൻ്റ് ആയ ഈ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരിങ്ങനെ വന്ന് അവിടെ നിൽക്കും. അപ്പോൾ ആദ്യം ഞാൻ കരുതി, കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ത്രാണി പോലും ഇല്ല, സംസാരിച്ച് ഞാൻ കരയും. അന്നേരം ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോവുക. പക്ഷേ എനിക്ക് തോന്നി അവർക്ക് പത്രം കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ അവർക്ക് പത്രം കൊടുത്തു. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഞാൻ അവരോടിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി അവർക്ക് അറിയാം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവർക്ക് അറിയാം എന്നൊരു റെസ്പോൺസ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകൻ NICU അങ്ങനെ എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി അറിയാം എന്നുള്ള രീതിയിൽ. അവൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓൾറെഡി അറിയാം, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് നമ്മളോട് ഒരാൾ പറയില്ലേ, അതുപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ പേര് ഡാനിയലാണ്. അവൻ ഓക്കെ, എന്തായിരുന്നു പ്രശ്നം അവൻ്റെ അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രീതിയിൽ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്കറിയില്ലാത്തൊരു വ്യക്തി അത് കഴിഞ്ഞിട്ട് അവർ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവർ പറഞ്ഞു, ഹി വിൽ ബി ഓൾ റൈറ്റ്, യു ഡോണ്ട് വറി, യു ഡോണ്ട് ക്രൈ, ഹി വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്നെ അറിയുക പോലും ഇല്ലാത്ത ഒരാൾ, മാതാവ് പറഞ്ഞു വിട്ടതാണോ മാതാവ് തന്നെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച വാക്കുകളായിരുന്നു അത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആരെയും ഞങ്ങൾക്ക് ചെറിയ സഹായമാണെങ്കിൽ പോലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുള്ള ഷെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യക്കാർ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ആവശ്യക്കാരന് അല്ലെങ്കിൽ ആരും വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. 147 സങ്കീർത്തനം 13-14 തിരുവചനങ്ങൾ. നിങ്ങളുടെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു, നിന്റെ കോട്ടയ്ക്കുള്ളിലുള്ള മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു. അവിടുന്ന് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു. അവിടുന്ന് വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ തൃപ്തയാക്കുന്നു. നീതു എന്ന ഈ അമ്മ മകൻ ദാനിയേലിന് വേണ്ടിയാണ് ഇത്രയും വലിയ ശക്തമായ ഒരു സാക്ഷ്യം ഈ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഏറ്റുപറഞ്ഞത്. പ്രവാചകനായ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ദൈവം കാത്തുരക്ഷിച്ചതുപോലെ ഈ കുഞ്ഞു ദാനിയേലിനെയും ദൈവം കരങ്ങളിലെടുത്ത് കാത്തു സൂക്ഷിച്ച് സൗഖ്യം നൽകിയ ഒരു വലിയ സാക്ഷ്യമാണിത്. നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള അമ്മ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള കുഞ്ഞിനെ ജന്മം നൽകിയപ്പോൾ മുതലുള്ള ഒരു വലിയ വിവരണമായിരുന്നു ഈ അമ്മ നൽകിക്കൊണ്ടിരുന്നത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുകയും എത്ര തന്നെ പ്രതികൂല സാഹചര്യങ്ങൾ ഇവർക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായാലും അവർക്ക് സമയാസമയങ്ങളിൽ പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ രൂപത്തിൽ അവർക്ക് വന്ന് നൽകിയിരുന്ന അഷുറൻസ്, നിൻ്റെ കുഞ്ഞ് സൗഖ്യപ്പെടും. ആ ഡോക്ടറെ ആ വ്യക്തിയെ അവരൊരിക്കലും കാണുന്നില്ല. ഇതെല്ലാം ഇന്ന് കൃപാസനത്തിലെ അത്ഭുതങ്ങളിൽ ഇതെല്ലാം വളരെ സാധാരണ സംഭവങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ ആസ്തി ഇവർ സമ്പാദിച്ചത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. പത്രങ്ങൾ, ഇവിടുത്തെ കൃപാസനം പത്രം വിവരിച്ചു കൊടുത്തുകൊണ്ട് അവർ വിതരണം ചെയ്തുകൊണ്ടാണ് ഇവരുടെ
വിശ്വാസ കൈമാറ്റം നടത്തിയും ക്രിസ്തു കൈമാറ്റം നടത്തിയും കൊണ്ടാണ് ഇവരുടെ വലിയ ആസ്തി ആ ഹോസ്പിറ്റലിൽ കുഞ്ഞു ദാനിയേലിന് വേണ്ടി അവർ സമ്പാദിച്ചെടുത്തത്. ജോസഫ് അച്ഛൻ നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്, നിങ്ങൾക്കൊരു അനുഗ്രഹം ആവശ്യമാണെങ്കിൽ അനുതാപം ആവശ്യമാണ്, നിങ്ങളുടെ വിശ്വാസ കൈമാറ്റം ആവശ്യമാണ്, നിങ്ങളുടെ വിശ്വസ്തത ആവശ്യമാണ് എന്നെല്ലാം ജോസഫ് അച്ഛൻ എപ്പോഴും നമ്മളുടെ ഉടമ്പടി ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട പ്രൈം റിക്വയർമെൻറ്റിനെ കുറിച്ച് എപ്പോഴും നമ്മെ ജോസഫ് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നതിൽ വലിയ ഒരു ആസ്തി ഇവർ സമ്പാദിച്ചെടുത്തു. വചനം വായിച്ചുകൊണ്ട് കാത്തിരുന്നിരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ കുഞ്ഞിനെ ഇവർ കൺസീവ് ആകാനായിട്ട് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക മധ്യസ്ഥതയിൽ ഇവർക്ക് കുഞ്ഞിനെ ലഭിച്ചത്. പക്ഷേ ഇവൻ്റെ അസുഖാവസ്ഥയിൽ ബ്ലഡ് ട്രാൻസാക്ഷൻ നടന്നപ്പോഴുണ്ടായ ഒരു വലിയ ഡാമേജ്, ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം തന്നെ ആ സിസ്റ്റം തന്നെ ഡാമേജായി നഷ്ടപ്പെട്ട നിന്നുപോയ ഒരു വലിയ അവസ്ഥയിൽ ഈ കുഞ്ഞ് വീണ്ടും ജീവിച്ച അവർക്ക് ഒരു വലിയ സാക്ഷ്യമേകാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ ഇവർക്ക് സാധ്യതയുണ്ടായി, സംഭവിച്ചു എന്ന് നമുക്ക് ഏറ്റുപറയാം. വീട്ടുമാമോദീസ കൊടുത്ത ഒരു കുഞ്ഞാണിത്. നമുക്കറിയാം, വീട്ടുമാമോദീസ കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിനെക്കുറിച്ച് അവസാനിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇവരുടെ ജീവിതത്തിലുണ്ടായ ഒരു വലിയ പുനരുത്ഥാനത്തിൻ്റെ അനുഭവം, പരിശുദ്ധ ഈശോ ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് മർത്തയും മറിയവും കരയുന്ന ഒരു രംഗം നാം കാണും. രണ്ടുപേരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. അതുപോലെ കരഞ്ഞ ഒരു മാതാപിതാക്കളാണ് ഇന്ന് നമ്മുടെ മുൻപിൽ കുഞ്ഞുമായി ഇവിടെ നിന്ന് സാക്ഷ്യം ഏറ്റുപറയുന്നത്. പരിശുദ്ധ അമ്മയുടെ ഒരു നീല ലൈറ്റിനുള്ളിലാണ് കുഞ്ഞ് ഇൻക്യുബേറ്ററിൽ സംരക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. നമുക്ക് മനസ്സിലാകാത്ത തരത്തിൽ വൈദ്യശാസ്ത്രം കൈവിട്ട എല്ലാ കേസുകളിലും പരിശുദ്ധ അമ്മ കൈകളിലെടുത്ത് ഈശോയ്ക്ക് കൈമാറുന്ന ജീവൻ്റെ വില നമ്മൾ ഇന്ന് മനസ്സിലാക്കുകയാണ്. നീതു പറഞ്ഞ എല്ലാ അവസ്ഥകളിലും ക്രിയാറ്റിൻ ഇനി നോർമൽ ആകില്ല എന്ന വൈദ്യശാസ്ത്രം വിധി എഴുതിയതാണ്. ഇവരിന്ന് കുഞ്ഞിനെ കൈകളിലെടുത്തുനിന്ന് സാക്ഷി നൽകുന്നത് ജീവനുള്ള വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു കുഞ്ഞിനെയാണ് നമുക്ക് ഇന്ന് കൈമാറി നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ശക്തമായി വിശ്വസിക്കാം. നമ്മുടെ ഏത് ജീവിത പ്രശ്നങ്ങളായാലും, എത്ര പഴക്കമുള്ളതായാലും, നമ്മുടെ ഏത് ഒരു പ്രതികൂല സാഹചര്യങ്ങളായാലും പ്രതിസന്ധി ആയാലും പരിശുദ്ധ അമ്മയ്ക്ക് മാറ്റാൻ സാധിക്കാത്ത വിധം, കൈമാറാൻ സാധിക്കാത്ത വിധം ഈശോയുടെ കരം കുറുകിപ്പോയിട്ടില്ല, അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. നീതുവിൻ്റെയും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും സൗഖ്യത്തിനും നല്ല ഒരു കയ്യടി നൽകിക്കൊണ്ട് ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ